നിന്നുരാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വാരിക്കുമോ വത്സലം മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ ഓടിയോടു കൂടി എന്നെ മാടി വിളിച്ച ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഓടിയോടു കൂടി എന്നെ മാടി വിളിച്ച സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വാരിക്കുമോ വത്സലം മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ എതിരേൽക്കുകിൽ വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ എതിരേൽക്കുകിൽ സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വാരിക്കുമോ വത്സലം മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ പ്രേമമണ്ണിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വാരിക്കുമോ വത്സലം മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ പ്രിയനെപ്പോൾ സുന്ദരൻ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല പ്രിയനെപ്പോൾ സുന്ദരൻ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല. There are some missing chairs in the front. From the assembly, can some of the volunteers please bring in all the families from outside? Requesting all the families to come inside, please. The next session is a long session, 1 hour 20 minutes. We are so far on time. Very interesting subject. So all of your eyes will be wide open now. So let's prayerfully sit in the presence of God. I now call upon Brother George Koshy to come forward. Sandichayan will translate.
Good evening. ക്ഷീണം എല്ലാവരുടെയും ശബ്ദത്തിലും പ്രകടമായിട്ടുണ്ട്. സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം. No, your voice say that you are tired, and so we have come to the close of the day. So it's evening and morning, the first day. ഒന്നാം ദിവസം ആകാശം മുഴുവൻ, ഭൂമി മുഴുവൻ ഉണ്ടാക്കാൻ ഒരു പക്ഷേ ദൈവം ഇത്രയും ക്ഷീണിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. I think God would have been so tired of creating the whole earth on the first day. 7 സെഷൻ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് തുടർമാനമായിട്ട് നമ്മൾ സ്വാഭാവികമായും തളർന്നു പോകും. എന്നാൽ വളരെ രുചികരമായ ഭക്ഷണം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നൊരു സന്തോഷ വാർത്ത അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. Now we were attending 7 sessions continuously, and naturally we all are tired, but the positive thing is that very delicious food is waiting for you immediately after the session. ദൈവശാസ്ത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നാം ഇതുവരെ കേട്ടത്. എന്നാൽ അടുത്തൊരു ക്ലാസ് അല്പം വ്യത്യസ്തമായി ഒരു മനഃശാസ്ത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, എന്നാൽ തന്നെ വേദപുസ്തകത്തിന്റെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തെ നാം വിശകലനം ചെയ്യുന്നത്. So we were looking to sessions based on the background of Word of God, but this session is more of the background of psychological aspect. ഒരു മനുഷ്യന്റെ കഥ ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. I've been talked a story of a man like this. ഒരു തെരുവിലൂടെ അദ്ദേഹം നടന്നു പോവുകയാണ്. He was walking on a street. മാർഗമധ്യേ പെട്ടെന്നൊരു അശരീരി അദ്ദേഹം കേട്ടു. As he was walking by, he heard a voice. Don't move 1 minute. ഇതാണ് താൻ കേട്ടത്. The voice was, don't move 1 minute. അനങ്ങരുത് എന്ന ശബ്ദം കേട്ടപ്പോൾ താൻ പെട്ടെന്ന് അനങ്ങാതെ അവിടെ നിന്നു. When he heard the voice, don't move, he stood still there for a moment. അടുത്ത നിമിഷം തന്റെ മുൻപിൽ വലിയൊരു മരം കടപുഴകി താഴേക്ക് വീണു. The next moment, a very big tree uprooted and fell down. ഈ ശബ്ദം കേട്ട് താൻ അനുസരിക്കാതെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ മരം അദ്ദേഹത്തിന്റെ മുകളിൽ വീഴുമായിരുന്നു. If he had put the next step disobeying the voice, this tree would have been fallen upon him. വീണ്ടും അദ്ദേഹം മുന്നോട്ട് പോയി. And he continued his walk. ഒരു റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങിയാണ്. ഗ്രീൻ സിഗ്നൽ വന്നു. അദ്ദേഹം റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങി. He was about to cross a road. The signal was green, and he put his step forward. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. Don't move 1 minute. And again he heard the same voice. Don't move 1 minute. എന്തായാലും അദ്ദേഹം ചലനമറ്റ് അവിടെ നിന്നു. He stood still there as it was before. ലക്ഷ്യം തെറ്റി പാഞ്ഞു വന്ന ഒരു കാറ് അദ്ദേഹത്തെ മുന്നിലൂടെ പാഞ്ഞു മുന്നോട്ട് പോയി. A car rushed before him without looking to the signal. ഈ 2 വലിയ അപകടങ്ങളിൽ നിന്നും അവസാന നിമിഷം തന്നെ വിടുവിച്ച ആ ശബ്ദത്തിന് നേരെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്? When he was delivered from these 2 big accidents, he turned back and asked to the voice, who you are? എന്റെ ജീവൻ മുഴുവൻ അപകടത്തിൽ പെടുമായിരുന്ന ഈ അപകടത്തിൽ നിങ്ങളെ രക്ഷിച്ചു, നിങ്ങൾ ആരാണ് എന്ന് അദ്ദേഹം ചോദിച്ചു. You delivered me from my life from 2 big dangers, and who are you? അദ്ദേഹം പറഞ്ഞു, ആ ശബ്ദം വീണ്ടും പറഞ്ഞു, ഞാൻ നിന്റെ കാവൽ മാലാഖയാണ്. The voice said that I am your guarding angel. വളരെ ദേഷ്യത്തോടെ അദ്ദേഹം ആ കാവൽ മാലാഖയുടെ ശബ്ദം കേട്ടത്തേക്ക് നോക്കി. He angrily looked to the voice where he heard, എന്നിട്ട് ചോദിച്ചു, and asked, 6 വർഷം മുമ്പ് ഒക്ടോബർ മാസം 13-ാം തീയതി നിങ്ങൾ എവിടെയായിരുന്നു? 6 years back on October 16, where were you? അന്നായിരുന്നു അദ്ദേഹം കല്യാണം കഴിച്ചത്. It was the day of his marriage. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ഒരു മലയാളം അധ്യാപകൻ, While we were in college, one Malayalam teacher. അദ്ദേഹം വിവാഹിതനാണ്, പക്ഷേ ഭവനത്തിൽ പോകാറില്ല, തന്റെ വീട്ടിൽ തന്നെയുണ്ട്, തന്റെ കോളേജ് ഹോസ്റ്റലിൽ തന്നെയാണ് താമസിക്കുന്നത്. He is a married person, but he remains at the college and he did not go to his house. അപ്പോൾ അവധി സമയമാകുമ്പോൾ ഞങ്ങൾ ചോദിക്കും, സാറേ വീട്ടിൽ പോകണ്ടേ എന്ന് ചോദിക്കും. Now holidays come, I asked him, don't you go to home? അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു മറുപടി വളരെ കൗതുകമാണ്. The reply that he gives is very interesting. അവിടെ അപകടം പതിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. He says that the danger is waiting there. നാം ഈ ദിവസങ്ങളിലൊക്കെ ഇന്ന് രാവിലെ തൊട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളിൽ ഇത്തരം കുടുംബജീവിതത്തിലെ അപകടങ്ങളെ കുറിച്ച് ധാരാളമായി കേൾക്കുകയാണ്. All the sessions we were exposed to, we were hearing about the dangers in the family life. വിവാഹ മോചനങ്ങളുടെ സംഖ്യ ക്രമാതീതമായി നമ്മുടെ സമൂഹത്തിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. We know that divorce is increasing even among our society. പല ഭാര്യാഭർത്താക്കന്മാർ അവർ പ്രശ്നങ്ങളിലായി കൗൺസിലിംഗിന് വേണ്ടി വരുന്ന സമയത്ത് അവർ പറയാനുള്ള ഒരു കാര്യമുണ്ട്.
Many families, when they face problems, when they come for counseling, they used to say like this. എന്റെ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ആദ്യ സ്നേഹമൊന്നും ഇപ്പൊ ഇല്ല, ഇപ്പൊ സ്നേഹിക്കാറേ ഇല്ല, സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു പരാതി. My wife or my husband, he lost the first love and now he or she is not loving me. എന്നാൽ പ്രശ്നങ്ങളൊക്കെയും വിലയിരുത്തി കഴിയുമ്പോൾ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, സ്നേഹിക്കാത്തതല്ല, സ്നേഹം മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ സ്നേഹം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. When we analyze the problem, we will know that it is not that they don't love each other, but they fail to understand, recognize the love one another. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബമുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വളരെയധികം സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. A family who is very close to me, good family, good husband and wife, they love each other. അങ്ങനെ എനിക്കൊരു ദിവസം ഒരു വലിയ പ്രശ്നത്തിൽ ഏർപ്പെട്ടു. കുറെ ദിവസമായി പരസ്പരം സംസാരിക്കുന്നില്ല. And they fell into a great problem, and for few days they were not talking each other. കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്തപ്പോൾ ഒരു ചെറിയ സംഭവം വെളിച്ചത്ത് വന്നു. As the situation was analyzed, one problem came out. ഭർത്താവ് ഒരു കമ്പനിയിലെ ഒരു പ്രധാനപ്പെട്ട ഓഫീസറാണ്. അദ്ദേഹം തന്റെ ജോലി നിർവഹിക്കാൻ വേണ്ടി ബോംബെയിലേക്ക് പോയി. He is one of the top officers of a company and he went to Bombay for his official visit. 2 ആഴ്ച കഴിഞ്ഞാണ് വന്നത്. He came back after 2 weeks. വന്ന സമയത്ത് തന്നെ രാവിലെ വന്ന് വീട്ടിലോട്ട് കയറി തന്റെ ബാഗ് തുറന്ന് നല്ല ഒരു സമ്മാനം, എനിക്ക് തോന്നുന്നു ചുരിദാർ സെറ്റോ മറ്റോ ആണെന്ന് തോന്നുന്നു, അത് വാങ്ങിക്കൊണ്ട് വന്നത് ഭാര്യയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തു. As he returned, the very moment that he entered the home, he opened his bag and gave his present to his wife. ഭാര്യയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായിട്ടാണ് സമ്മാനം കൊടുത്തത്. He gave that present as a sign of his love towards his wife. ഉടൻ തന്നെ അദ്ദേഹത്തിന് ഫോൺ മുഴങ്ങി. At the very moment his phone started ringing. അടിയന്തരമായി ഓഫീസിൽ ചെല്ലണം. Immediately he has to go to office. പെട്ടെന്ന് ഓഫീസിൽ പോയി. He went to office immediately. വൈകിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ ഭാര്യയുടെ മുഖം മുഴുവൻ കടന്നൽ കുത്തിയ പോലെ വീർത്തിരിപ്പുണ്ട്. As he came back, he saw that his wife was all swollen as if like stung by. സ്നേഹത്തോടെ വാങ്ങിക്കൊടുത്ത ഈ സമ്മാന പൊതി തുറന്നിട്ടേ ഇല്ല. The very present that he had given with all love is not yet open. ആ ഭാര്യ പ്രതീക്ഷിച്ചിരുന്നത് എന്താണെന്ന് അറിയാമോ? What the wife was expecting. ഈ 2 ആഴ്ച കൂടെ ഇല്ലായിരുന്ന ഭർത്താവ് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തിരിച്ചു വരുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും തന്നോട് പറയണം. അങ്ങനെയാണ് ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അതാണ് ആ ഭാര്യ പ്രതീക്ഷിച്ചത്. The wife was expecting that since these 2 weeks he was away from home, he has to narrate the whole story of these 2 weeks to her at that time. എന്നാൽ ഭർത്താവ് പറയുന്നു, ഞാൻ സ്നേഹം പ്രകടിപ്പിച്ചു, കാരണം ഈ സമ്മാനം എല്ലാം വാങ്ങിക്കൊണ്ടുവന്ന അവൾക്ക് വേണ്ടിയല്ലേ എന്നാണ്. But as far as the husband was concerned, he says that I showed my love by giving her that present. സത്യത്തിൽ ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള അറിവാണ് ഈ വിഷയം ഒന്ന് പഠിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇന്ന് നാം വിശകലനം ചെയ്യാൻ പോകുന്ന ഈ പ്രശ്നം. Actually, the topic that we are going to discuss, I tried to learn this based on this problem that I handled. ഇതിനൊരു തലക്കെട്ട് നൽകുവാൻ ആഗ്രഹിക്കുന്നത് 5 love languages, 5 സ്നേഹ ഭാഷകൾ എന്നുള്ളതാണ്. The title I would like to give today's class is 5 love languages. ഈ വിഷയം എന്റേതായിട്ടുള്ള കണ്ടെത്തലല്ല, ഞാൻ പഠിച്ചതല്ല, ഒരു വിഷയമല്ല. ഇത് ഗാരി ചാപ്മാൻ എന്ന ഒരു ദൈവദാസന് ദൈവം കൊടുത്ത ആശയങ്ങൾ അദ്ദേഹം ക്രോഡീകരിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. Actually, this topic I have not prepared. Actually, it is from a book written by Gary Chapman, and what his study I have extracted and prepared a message. 2 പദമാണ് ഇവിടെ ഉള്ളത്. ഒന്ന് love, മറ്റൊന്ന് language. Here we have 2 words. One is love and the other is language. ഒന്നാമത് സ്നേഹം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. First of all, we look to the word love. സ്നേഹം, പ്രേമം, പ്രണയം ഇത്യാദി പദങ്ങൾ നമുക്ക് വളരെ പരിചിതമാണ്. Love, affection, all these words are very familiar to us. സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പ്രേമമൊന്നും പ്രണയമൊന്നും ഒക്കെ ഇങ്ങനെയുള്ള അവസരത്തിൽ പറയാമോ എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരും. Now, in English we don't have much words like that. It's clear, I believe. നമ്മുടെ എമിച്ചെറിയാൻ സാറിന്റെ ഒരു പാട്ടുണ്ടല്ലോ, മഹൽ പ്രേമം എന്നാണ്. എന്നാൽ നമ്മുടെ വിദഗ്ധന്മാർ അത് വെട്ടി, അത് തിരുത്തി മഹൽ സ്നേഹം നോക്കി ആക്കി. ഞാൻ പിന്നെ എഡിറ്റോറിയൽ ബോഡി വന്ന സമയത്ത് ഞങ്ങൾ വീണ്ടും വഴക്കുണ്ടാക്കി തിരിച്ച് അത് മഹൽ പ്രേമമാക്കി. പ്രേമം എന്നൊക്കെ വാക്ക് എന്തോ ശ്ലീലമല്ലാത്തതാണെന്നൊക്കെ ഉള്ള തോന്നൽ നമ്മുടെ ഹൃദയത്തിൽ കടന്നു കൂടിയിട്ടുണ്ട്. There is a feeling that we have in our heart that affection or intense love is something wrong. സ്നേഹം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഭാഷയിലെ ഏറ്റവും മനോഹരമായ, സുന്ദരമായ, ഏത് ഭാഷയിലെയും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദമാണ്. The word love is the most beautiful word in any language. കഥകളും കവിതകളും സിനിമകളും സീരിയലുകളും ഇതെല്ലാം ഭ്രമണം ചെയ്യുന്നത്
സ്നേഹം എന്നുള്ള പദത്തിന് ചുറ്റുമാണ്. Stories and poems and serials and cinema, all these revolve around the very word love. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള ആഗ്രഹം എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ആഴത്തിലുള്ളതാണ്. Everybody have that desire in the heart to love and to be loved. ഒരുപക്ഷെ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രമുഖമായ ശ്രദ്ധേയമായ അധ്യായങ്ങൾ ഒന്നാണ് സ്നേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 1 കൊരിന്ത്യർ 13-ാം അധ്യായം. Probably 1 Corinthians chapter 13 is one of the best beautiful chapter in the word of God where it explains about love. ഏറ്റവും ജനകീയമായ വാക്യം ഏതാണ് എന്ന് ചോദിച്ചാൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന യോഹന്നാന്റെ 3:16 ആണ്. The most popular verse, if you ask, it is John 3:16 that says about God's love. നമുക്കറിയാം, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ മല കയറിയും കടൽ കടന്നും എവിടെയും എന്തും പോയി ആ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാകുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. It's a truth that if a person loves, he would do anything, even climbing the mountain or crossing the sea, to express that love. പുരാണങ്ങളിൽ പാഞ്ചാലിക്ക് വേണ്ടി സൗഗന്ധിക പുഷ്പം തേടിപ്പോയ ഭീമന്റെ കഥകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. Now in mythology we have the story of Bhima who went to many places to get that flower. I don't know which is the name of that flower. Saugandhikam. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമുക്കറിയാം. പ്രത്യാശ, സ്നേഹം നിലനിൽക്കും, എന്നാൽ ഇവയിൽ വലുതോ, the greatest of these is love. ഏറ്റവും വലുത് സ്നേഹം തന്നെ. 1 Corinthians 13 verse 13, we know that verse. It says and now abideth faith, hope and love, but the greatest is love. നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു സ്നേഹത്തിന്റെ ടാങ്ക് ഉണ്ട്, ദൈവം അങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. We need to understand that inside the heart of everybody there is a tank filled with love. സ്നേഹം കൊണ്ട് നിറയ്ക്കപ്പെടുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്നേഹത്തിന്റെ ടാങ്ക്, ലവ് ടാങ്ക്. A love tank which can be filled with love. ഭർത്താവിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കപ്പെടേണ്ട ഭാര്യയുടെ ടാങ്ക്, ഭാര്യയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കപ്പെടേണ്ട ഭർത്താവിന്റെ ലവ് ടാങ്ക്. The love tank of the husband which should be filled by the love of the wife, and the love tank of the wife which should be filled by the love of the husband. പക്ഷേ ഈ ക്യാമ്പുകളൊക്കെ ഞങ്ങൾ സാധാരണ പറയാറുണ്ട്, ഈ സ്നേഹം പ്രകടിപ്പിക്കേണ്ട അല്ലെങ്കിൽ സ്നേഹം വാരിക്കോരി കൊടുക്കേണ്ട സമയത്ത് പലപ്പോഴും സ്നേഹം കൊടുക്കേണ്ടവരുടെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥ ഇന്നുണ്ടാകുന്നുണ്ട്. In camps we used to say that at the times that we really want to share love, the one who loves should not be with us. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പെങ്കൊച്ചിനെ കണ്ടു, 2 തവി കോരി അവിടെ കൊടുത്തു. When you're studying 8th standard, 2 big spoons we shared there. 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വേറൊരാളെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിന് ഒരു പാത്രം സ്നേഹം കോരി കൊടുത്തു. And when in 12th standard we met another guy and we shared a bit of that love. അവിടെ ജോലി ചെയ്ത ആൾക്കും കുറെ വാരി കൊടുത്തു. And shared a bit with the one who was working with us. അവസാനം കൊടുക്കേണ്ട ആളെ കണ്ടെത്തിയപ്പോൾ കൊടുക്കാനൊന്നുമില്ല, പാത്രം കാലിയാകുന്ന ഒരവസ്ഥ. What happened is that at the time that the real person to be loved came, much love is not balanced to give. നിങ്ങൾക്കറിയാമോ, 8ാം ക്ലാസ് ഒന്നുമല്ല ഇപ്പൊ ഈ പരിപാടി തുടങ്ങുന്നത്, 1ാം ക്ലാസ്സിലേ തുടങ്ങുക. And nowadays it is not starting at 8th standard, it starts at 1st standard now. എന്റെ ഭാര്യ 1ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. My wife takes class in 1st standard. ഒരു ദിവസം അവിടെ ക്ലാസ്സിൽ കേട്ട ഒരു സംഭാഷണമാണ്, 2 കൊച്ചു കുട്ടികൾ, ഒന്നിൽ പഠിക്കുന്ന 2 കുട്ടികൾ. She overheard a dialogue between 2 students of standard 1. ആൺകുട്ടി പെൺകുട്ടിയോട് ചോദിക്കുക, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ. The little boy was asking the girl whether he would marry her. പെൺകുട്ടി പറഞ്ഞു, ഇല്ല ഇല്ല, അത് പാടില്ല, അത് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. And she said no, it is not permitted. അതെന്താ കാര്യം? And she asked why. He asked why. ഞങ്ങളുടെ വീട്ടിൽ അത് സമ്മതിക്കത്തില്ല. In our family it will not be allowed. എന്താ സമ്മതിക്കാത്തത്? Why it is not allowed? ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ബന്ധക്കാർ തമ്മിലാണ് കല്യാണം കഴിക്കുന്നത്. In our family we actually marry relatives. എന്റെ ഡാഡി എന്റെ മമ്മിയെ കല്യാണം കഴിച്ചത്, എന്റെ അങ്കിൾ എന്റെ ആന്റിയെ കല്യാണം കഴിച്ചത്, അപ്പച്ചൻ അമ്മച്ചിയെ കല്യാണം കഴിച്ചത്. My father married my mother, my uncle married my auntie, my appachan married my mother, so we always marry relatives. ഇപ്പൊ ഈ ലവ് ആൻഡ് മാരേജിനെ കുറിച്ച് ക്ലാസ് ഒക്കെ 1ാം ക്ലാസ്സിലാണ് തുടങ്ങേണ്ടത്. So we need to start the class for love in standard 1 actually. ഉത്തമഗീതമേ 2ാം അധ്യായത്തിന്റെ 7ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. In Songs of Songs chapter 2 and verse 7 there is a verse. നിങ്ങളുടെ പ്രേമത്തിന് മതിയാകുവോളം അതിനെ ഉണർത്തരുത് എന്നാണ്. Let your love sleep. Let your love sleep. And to be loved, let your love sleep. അതിന്റെ അർത്ഥം, ആ സ്നേഹം പങ്കുവെക്കുവാനുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നവരെ അതിനെ തട്ടി ഉണർത്തരുത്, മതിയാകുവോളം അതിനെ ഉറങ്ങാൻ അനുവദിക്കുക. The meaning is that until and unless you find the very person with whom you have to share that love, you allow the love in your heart to sleep. അത് പങ്കുവെക്കേണ്ട ജീവിത പങ്കാളിയെ നിന്റെ മുൻപാകെ ദൈവം കൊണ്ടുവരുമ്പോൾ
അന്ന് മുതൽ അത് പങ്കുവെക്കുവാൻ ആരംഭിക്കാം. You start sharing that when God brings your life partner before you. ദൈവമാണ് നമ്മുടെ കുടുംബങ്ങളുടെ സ്ഥാപകൻ എന്ന് രാവിലെ നാം ചിന്തിക്കുകയുണ്ടായി. In the morning we were discussing that God is the founder of our family. കുടുംബത്തിന്റെ സ്ഥാപകനായ ദൈവം ജീവിത പങ്കാളികൾ പരസ്പരം സ്നേഹം പങ്കുവെക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. God, who is the founder of family, desires that life partners need to share love one another. യോഹന്നാൻ 13:35 വ്യത്യസ്തമായ ഒരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും പറയുന്നത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ എന്റെ ശിഷ്യന്മാരെന്ന് നിങ്ങളെ ലോകം തിരിച്ചറിയും എന്ന് നമുക്ക് കാണാൻ കഴിയും. In John 13 and verse 35, even though it is of a different context, it says that by this shall all men know that you are my disciples if you have love one to another. പരസ്പരം സ്നേഹിക്കുക എന്നുള്ള ഒരു കൽപ്പനയായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. Here we can see it's a commandment that we need to love one another. പരസ്പരം കരുതുക, പരസ്പരം വിശ്വസിക്കുക, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അവിടെ. It is not mentioned there that we need to care one another, we need to have trust one another. ആശയങ്ങളൊക്കെ മറ്റു പല ഭാഗത്തും വരുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് പരസ്പരം നിങ്ങൾ സ്നേഹിക്കുക, ആ സ്നേഹം പ്രകടിപ്പിക്കുക. We have that idea in other portions, but here it is mentioned that you need to love one another and you need to show that love one to another. സ്നേഹഭാഷയിലെ രണ്ടാമത്തെ പദത്തിലേക്ക് നാം വരികയാണ്, ഭാഷ എന്നുള്ളത്. We are coming to the second word, it's language. ഭാഷ എന്ന് പറയുന്നത് ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധിയാണ്. Language is a means for communication. ദൈവം വെച്ചാൽ വളരെ വിശദമായിട്ട് ആ വിഷയം നാം നാളെ ചിന്തിക്കുന്നു, അതുകൊണ്ട് വിശദ അംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. Since we have time to discuss that elaborately tomorrow, now I am not going to enter to that. ആശയവിനിമയം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്നുള്ളത് നമ്മൾ നാളെ ഗൗരവമായിട്ട് ചിന്തിക്കും. Tomorrow we will see seriously that communication is a very difficult process. എന്നാൽ ഭാഷ വ്യത്യസ്തമാണെങ്കിൽ ആശയവിനിമയം എത്രയോ കൂടുതൽ ബുദ്ധിമുട്ടായി തീരും. If our language is different, how much more difficult would be the communication. ഞങ്ങൾ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ സ്നേഹിതരും കൂടെ ജർമ്മനിയിൽ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയി. Few years back, I along with one of my friends went to Germany to attend a conference. അവിടെയുള്ള ഞങ്ങളുടെ സുഹൃത്ത് ഞങ്ങളെ എയർപോർട്ടിൽ വന്ന് റിസീവ് ചെയ്തു. ഒരു 4 മണി കഴിഞ്ഞപ്പോഴത്തേന് ഭവനത്തിൽ വന്നു. A friend of ours received us from the airport and about 4 o'clock we reached home. ആ കോൺഫറൻസിന്റെ സംഘാടകൻ കൂടിയായിരുന്നു ആ സഹോദരൻ. അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ വീട്ടിലേക്ക് ആക്കിയിട്ട്, ആ സഹോദരി അവിടെ ഉണ്ട്, അദ്ദേഹം ആ മീറ്റിംഗിന്റെ സ്ഥലത്തേക്ക് പോയി. He was one of the organizers of the conference, so he left us in his home and he went to the venue. അപ്പോൾ ഞങ്ങൾ അന്ന് രാവിലെയാണ് വന്നത്, ഈവനിങ് അല്ല, രാവിലെ ആ ഭവനത്തിലെത്തി. Actually we reached there in the morning. തണുപ്പ് രാജ്യമാണ് ജർമ്മനി എന്നുള്ളത് നിങ്ങൾക്കറിയാം. You know that Germany is a cold country. ആഹാരം ഞങ്ങൾക്ക് കിട്ടിയത് കോൾഡ് കോഫിയും തണുത്തുറഞ്ഞ ഫ്രീസറിൽ വെച്ച റൊട്ടിയും അതുപോലെ കോൾഡ് സോസേജും ഒക്കെയാണ്. The food that we got was cold coffee and frozen items and things from the fridge. വിമാനത്തിലെ ആഹാരം തന്നെ അത്ര ശരിയായില്ല. അത് കഴിഞ്ഞപ്പോൾ ഇതൂടെ കഴിച്ചപ്പോൾ വയറ്റിൽ 10-ാം ഉത്സവം തുടങ്ങിയെന്ന് പറയാം. Now the food that we got in aeroplane was not good, and as we reached there we got this type of food and everything was in trouble. ഉച്ചയ്ക്ക് വേറെ കുറെ ഇതുപോലെയുള്ള ആഹാരം. Even at lunch also we got the same type of food. കാര്യമായിട്ട് കഴിക്കാൻ പറ്റിയില്ല. We were not able to eat properly. ഞങ്ങൾ 4:45 ആയപ്പോൾ ആ കോൺഫറൻസ് സ്ഥലത്തേക്ക് പോയി. We left for the conference by around 4:30. വിദേശങ്ങളിലൊക്കെ 4 മണി 5 മണിക്കൊക്കെ ആണല്ലോ അത്താഴം കഴിക്കുക. In foreign countries normally they have the dinner by 4:30. അവിടെ ചെന്നിട്ട് ആഹാരം കഴിക്കാം എന്നുള്ളതായിരുന്നു ഈ സഹോദരിയുടെ പദ്ധതി. The sister was thinking that we will have dinner after reaching there. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടാ വന്നെന്ന് ഈ സഹോദരൻ ചിന്തിച്ചു. But this brother thought that when we reached there we had our dinner and came for the conference. അത്താഴം കിട്ടിയില്ല. We didn't get the dinner that day. മീറ്റിംഗ് തുടങ്ങാൻ അല്പസമയമുണ്ട്. ഞാനും ഈ സ്നേഹിതരും കൂടെ മെല്ലെ പുറത്തുനിന്ന് ഇറങ്ങി. There was bit time for commencing the meeting, so me along with my friend went out. അധികമൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി ഒരു ചൂട് ചായ കുടിച്ചാൽ മതി. We don't need much, but we just at least to have a hot coffee. ഞങ്ങൾ ഒരു ഹോട്ടൽ കണ്ടെത്തി. We found a hotel. അവിടെ അവർ ജർമ്മൻ ഭാഷക്കാർ, അവർ ഇംഗ്ലീഷ് പറയാറേ ഇല്ല. അവർക്ക് അറിയാവുന്നവർ പോലും സംസാരിക്കാറില്ല. വളരെ അപൂർവമായിട്ടേ അവർക്ക് അറിയത്തുള്ളൂ ഇംഗ്ലീഷ്. The German people, they never speak English. Even though they know, they prefer to speak German language. ഞങ്ങൾക്ക് ഒട്ടും ജർമ്മനി അറിയത്തില്ല. And we don't know the German language also. അവസാനം എങ്ങനെയോ ചായ വേണമെന്നുള്ള പറഞ്ഞു ഫലിപ്പിച്ചു. And finally we were able to gesticulate that we need coffee. കൊണ്ടുവന്നത് കട്ടൻ ചായയായിരുന്നു. And they brought tea without milk. പാല് വേണം ഇത് പറയണം. We have to communicate that we need milk. പലതും ശ്രമിച്ചു നോക്കി. We tried our level best. അവസാനം പശുവിനെ കറന്ന് കാണിച്ചു. Finally we show how to milk the cow. അവർക്ക് കാര്യം മനസ്സിലായി. So they understood the process. അവർ പറഞ്ഞു തരില്ല. They said we don't give. ഞങ്ങൾ പറഞ്ഞു വേണം. We said we need. തരില്ല. They said no. വേണം.
We said we. ഒടുവിൽ നിർബന്ധം സഹിക്കാതെ അവർ പാല് കൊണ്ടുവന്നു. And finally they brought the milk. അവസാനം ഞങ്ങൾ ഇത് പാല് ഒഴിച്ചു. ചായയിൽ പാൽ ഒഴിച്ചു. Finally we poured that milk in the tea. ഈ പാലെല്ലാം ചായ എല്ലാം അങ്ങ് പിരിഞ്ഞു പോയി. And the whole tea became split. അവർ തരാതിരുന്നത് ലൈം ടീ ആയിരുന്നു കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഈ സംഭവം. They brought the light tea and that was the problem. അവർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഇങ്ങോട്ട് പറഞ്ഞു. ഉണ്ടായ പ്രശ്നം നിങ്ങൾക്ക് ഊഹിക്കാം. We were communicating in a language that they cannot understand and they were communicating in a language that we cannot understand. ബാബേൽ ഗോപുരത്തിൽ സംഭവിച്ചത് തന്നെയാണ്. This is what exactly happened in the Tower of Babel. സ്നേഹത്തിനും വ്യത്യസ്തമായ 5 ഭാഷകളുണ്ട് സ്നേഹത്തിന്റെ പ്രകടനത്തിനു വേണ്ടി. In order to express love, there are at least 5 different languages. സ്നേഹം ഒന്നാണ്, പക്ഷേ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വ്യത്യസ്തമായ 5 രീതികൾ സമൂഹത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. Love is one, but in society we can see at least 5 areas or 5 different ways that we can express our love. ഒന്ന് words of affirmation, ഉറപ്പേകുന്ന വാക്കുകൾ. One, the words of affirmation. നിലവാരമുള്ള സമയം. And also standard time. സമ്മാനങ്ങൾ നൽകുക. Giving gifts. സേവനങ്ങൾ നൽകുക. Offer services. ശാരീരികമായ സ്പർശനം. Physical touch. ഈ 5 ഞാൻ വിശദമായിട്ട് പറയാം. I will explain all these 5. ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നമുക്ക് എല്ലാവർക്കും നമുക്കൊരു മാതൃഭാഷയുണ്ട് അല്ലേ? All of us have a mother tongue. കൂടുതലും മലയാളം അറിയാവുന്ന മാതൃഭാഷയായിട്ടുള്ളവരാണ് ഇവിടെ എന്നുള്ളത് എനിക്കറിയാം. തുളു അറിയാവുന്ന മാതൃഭാഷയായിട്ടുള്ളവരും ചിലരുണ്ട്. I know majority of us have Malayalam as our mother tongue, and even there are few who know Tulu as their mother tongue. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് ഇംഗ്ലീഷ് അറിയാം, പിന്നെ അല്പസ്വല്പം അറബി അറിയാം, മറ്റു പല ഭാഷകളും അറിയാം. At the same time we know English as well as a little bit of Arabic language. എന്നാൽ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. But our mother tongue is one. എങ്ങനെ ഈ മാതൃഭാഷ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? How can we identify our mother tongue? നമ്മുടെ ബാബുചാനെ പോലുള്ളവർക്കൊക്കെ മലയാളം ഇംഗ്ലീഷ് ഒരുപോലെ പറയുന്നവരാണ്. അപ്പോൾ എങ്ങനെ ഏത് ഭാഷയെന്ന് കണ്ടുപിടിക്കും? Like Babuchan, there are people who can handle both languages of similar way. So how can we identify the mother tongue? എത്ര നന്നായിട്ട് മറ്റു ഭാഷകൾ പറയുന്നവരാണെങ്കിലും പുറകിൽ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ അറിയാതെ ഒറ്റ ഇടി കൊടുത്തു കഴിഞ്ഞാൽ മലയാളിയാണെങ്കിൽ ഔച്ച് ഒന്നും ആയിരിക്കത്തില്ല പറയുന്നത്, അയ്യോ എന്നായിരിക്കും പറയാ. Some people say that the best way to identify mother tongue is that if the person is standing, if we can give him a hit from the back, the expression would be in Malayalam ayyo and not in English ouch or other language. ഞാൻ പറഞ്ഞു വന്നത്, എത്ര കഠിനമായി നാം പരിശ്രമിച്ചാലും നമ്മുടെ ഭാഷകൾ വ്യത്യസ്തമാണെങ്കിൽ ആശയവിനിമയം നടക്കുകയില്ല. Now, however we are trying our level best, if our languages are different, the actual communication will not happen. ഞാൻ പറയുന്ന മലയാളവും എൻ്റെ ഭാര്യ പറയുന്ന ആസാമി ഭാഷയുമാണെങ്കിൽ മണിക്കൂറുകളല്ല ദിവസങ്ങളിരുന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. If I am talking in Malayalam and my wife is talking in Assamese language, even though we talk for months, nothing can be understood by each other. പറഞ്ഞോന്ന് ചോദിച്ചാൽ പറഞ്ഞു, മണിക്കൂറുകൾ പറഞ്ഞു, ദിവസങ്ങൾ പറഞ്ഞു, വല്ലോ മനസ്സിലായോ? ഒന്നും മനസ്സിലായതുമില്ല. If you ask, you were talking, we can say that we were talking for days and months, but nothing was understood. ചില പറയാറുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, ഐ ലവ് യു സോ മച്ച് എന്നൊക്കെ അവളോട് പറയാറുണ്ട്. Some people say that I love my wife too much and I often say her that I love you. നിന്റെ ഭർത്താവായിരിക്കുന്നത് ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. Sometimes I say that I'm really proud of being your husband. നീ എത്ര സുന്ദരിയാണെന്ന് അറിയാമോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. I used to say that how beautiful you are. എന്നാലും വീട്ടിൽ കലമ്പലാണ്. But still there is trouble at home. അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മറ്റു പല രാജ്യങ്ങളിലും പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് ഹണി ഹണി എന്നൊക്കെയാണ്. As you go to European countries in America, we can say that husband and wife call each other as honey. എന്നാലും 68% ഡിവോഴ്സ് ആണ് അവിടെ. But still 68% of divorce happens there. എന്താ കാരണം? What is the reason? സ്നേഹത്തിന്റെ ഭാഷ, സ്നേഹത്തിന്റെ പ്രകടനം മനസ്സിലാകുന്നില്ല. Now the language of love or the expression of love is not properly comprehended. So, key to successful family life. നമ്മുടെ വിജയകരമായ ജീവിതത്തിന്റെ താക്കോൽ എന്താണ്? നമ്മുടെ ജീവിത പങ്കാളിയുടെ സ്നേഹ ഭാഷ ഏതാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് ആ ഭാഷയിൽ ആ വ്യക്തിയോട് ആശയവിനിമയം, സ്നേഹത്തിന്റെ ആശയവിനിമയം നടത്തുക. We need to identify the love language of our partner and communicate through that language. ഇനി ആ 5 ഭാഷകളെ കുറിച്ച് നാം അല്പം വിശദമായിട്ട് ചിന്തിക്കാം. Now we look to the 5 languages in detail. ഒന്നാമത്തെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വേർഡ്സ് ഓഫ്
affirmation ആണ്. The first love language is words of affirmation. നാം നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. Quality time, then receiving gifts, acts of service and physical touch. Now we were repeating that. It says about words of affirmation, quality time, receiving gifts, acts of service, and physical touch. So number one, love language number one, words of affirmation. The first love language we can say as words of affirmation. ഉറപ്പേകുന്ന അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന വാക്കുകൾ എന്നാണ് അതിന്റെ അർത്ഥം. It says that we use words that affirm or support the partner. മാർക്ക് ട്വൈൻ ഒരിക്കൽ പറഞ്ഞു, തന്റെ വാക്കുകൾ കൂടെയുള്ള കോംപ്ലിമെന്റ് ആണ് അദ്ദേഹം പറഞ്ഞത്, I can live for 2 months on a good compliment. മാർക്ക് ട്വൈൻ ഒരിക്കൽ പറഞ്ഞത്, ഒരു 2 മാസത്തോളം ഒരു നല്ല അനുമോദന വാക്കിൽ എനിക്ക് ജീവിക്കാമെന്നാണ്. എന്നെ ഒന്ന് അനുമോദിച്ചു കഴിഞ്ഞാൽ 2 മാസം സുഗമമായിട്ട് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ that is enough, അത് മതി. If you can compliment me, that is more than enough for me to lead my life for 2 months. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് അവരുടെ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര വേർഡ്സ് ഓഫ് കോംപ്ലിമെന്റ്, വെർബൽ കോംപ്ലിമെന്റ് വേണം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. You need to find out how many affirming words or compliments your partner need to make him or her comfortable and proceed in the day. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ പ്രാഥമിക സ്നേഹഭാഷ വേർഡ്സ് ഓഫ് അഫർമേഷൻ ആണെങ്കിൽ ഒരുപക്ഷെ ഒരു മാസത്തിൽ 4 മതിയായിരിക്കാം, 10 മതിയായിരിക്കാം, ഒരു വർഷം 12 മതിയായിരിക്കാം, 52 മതിയായിരിക്കാം. എത്ര വേർഡ്സ് ഓഫ് അഫർമേഷൻ വേണം, എത്ര അനുമോദനം കോംപ്ലിമെന്റ് വേണം എന്നുള്ളത് നിങ്ങൾ കണ്ടെത്താൻ തുനിയുക. If your wives or partners love language is words of affirmation, you need to identify how many words of compliment, affirmation, supportive words you need to talk to her or him in a day or in a month. സദൃശവാക്യം 18-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ death and life are in the power of the tongue എന്ന് നാം വായിക്കുന്നുണ്ട്. In Proverbs chapter 18 and verse 21 നമ്മൾ വായിക്കുന്നത്, ജീവനും മരണവും വാക്കിന്റെ നാവിന്റെ ശക്തിയിലുണ്ടെന്നാണ്. വാക്കുകളുടെ ശക്തി എന്താണെന്ന് വളരെ നന്നായി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ശലോമോൻ. Solomon was a person who truly identified the power of words. സദൃശവാക്യം 12-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഒരു നല്ല വാക്ക് എത്രമാത്രം നമ്മെ സന്തുഷ്ടരാക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. In Proverbs chapter 12 and verse 25 we know a good word how much comfortable it will make us. നാം നമ്മുടെ ജീവിത പങ്കാളിയോട് പറയുന്ന വാക്കുകൾ അവരെ മുറിപ്പെടുത്താനും അതേസമയം തന്നെ അവരെ സൗഖ്യമാക്കുവാനും സഹായകരമായ വാക്കുകളാണ്. The words that we use and talk to our partner will either hurt or heal our partner. ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ച എത്ര അനുമോദനത്തിന്റെ വാക്കുകൾ നാം നമ്മുടെ ജീവിത പങ്കാളിയോട് പങ്കുവച്ചു? Today or yesterday or the past week, how many words of appreciation, compliments that we shared with our life partner? എന്നിട്ട് ഈ ഷർട്ട് വളരെ നല്ല കളർ ഉള്ളതാണ് കേട്ടോ, വളരെ സ്യൂട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? Are we able to say that the shirt that Chayan wore today, the color is very matching and it's very good? ഇന്നുണ്ടാക്കിയ ചിക്കൻ കറി വളരെ രുചികരമായിരുന്നു എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? Are we able to say that the chicken, today's was Spencer's chicken curry. Today's chicken curry was very tasty today. എങ്ങനെ വാക്കുകൾ കൂടെ നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞു? അങ്ങനെ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? How we can support them through our words. ഒരിക്കൽ ഒരു സഹോദരി പറഞ്ഞൊരു വാചകം ഞാൻ ഓർക്കുന്നുണ്ട്. I remember a sentence that a sister said. ഭർത്താവ് മിക്കപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കമന്റേ പറയത്തുള്ളൂ. Husband always preferred to say negative comments. എവിടെയെങ്കിലും പോകുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, ഈ കൂറത്തുണി ഇട്ടോണ്ട് നീ എൻ്റെ കൂടെ വരത്തുള്ളൂ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. Normally when we go out he would ask that why you are wearing this bad dress. ഒരു ദിവസം നല്ല സാരി എന്നാലും കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ട് സാരിയൊക്കെ അണിഞ്ഞൊരുങ്ങി സമയമെടുത്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇറങ്ങിയപ്പോൾ ചോദിക്കാം, എന്നാലും കാക്ക വിളിച്ചാൽ കൊക്കാകുമോ എന്നാണ് ചോദ്യം. One day she was taking pain in dressing very well and beautified her and wanted to go along with him. Then he made a comment that even if a crow takes bath, it will never become a crane. നമ്മുടെ വാക്കുകൾ നമ്മുടെ ജീവിത പങ്കാളിക്ക് മുറിവുണ്ടാക്കുന്നതാണോ അതോ വ്രണത്തെ കരിക്കുന്നതാണോ? Our words actually are healing or destroying. Words of appreciation, അഭിനന്ദിക്കുന്ന വാക്കുകളാണ്. The words of appreciation is supporting words. സ്നേഹം വളരെ വ്യക്തമായി പ്രകടിപ്പിക്കാനുള്ള മറ്റൊരു ഉപാധിയാണ് പ്രോത്സാഹിപ്പിക്കുന്ന അഭിനന്ദിക്കുന്ന വാക്കുകൾ. By using words of appreciation we can express our love.
നാം അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇറ്റ് ഷുഡ് ബി ഓണസ്റ്റ് ആൻഡ് സിൻസിയർ. ആത്മാർത്ഥമായ പ്രോത്സാഹനവും അഭിനന്ദനവുമാണ് കൊടുക്കേണ്ടത്. When we try to appreciate, the words that we use should be sincere and we should be honest. ഒരിക്കൽ കൗൺസിലിംഗ് വന്ന ഒരു സഹോദരി പറഞ്ഞു, എൻ്റെ ഭർത്താവ് അദ്ദേഹത്തോട് ഞാൻ എന്നെ ഒരു കാര്യത്തിലും സഹായിക്കുന്നില്ല, അതാണ് അവരുടെ പ്രശ്നം. Once a sister came for counseling, she said that my husband is not helping us at all. വീട്ടിൽ ഒത്തിരി തിരക്കാണ് എനിക്ക്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് ചെയ്യത്തില്ല, അത് ചെയ്യത്തില്ലെന്നല്ല, ഒന്നും ചെയ്തു തരത്തില്ല. ഏതാണ് പ്രശ്നം? Normally I will be very busy at home, and if I ask my husband to set the room or clean the room, he will never do that. അപ്പൊ ഞാൻ ചോദിച്ചു, ഒന്നും ചെയ്തു തരത്തില്ലേ എന്ന് ചോദിച്ചു. And asked her whether he's not doing anything at all. ഒന്നും ചെയ്തു തരത്തില്ല. And she said he's doing nothing. നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ലും അതുപോലെ ഫോണിന്റെ ബില്ലും ഒക്കെ ആരാ കൊണ്ട് അടയ്ക്കുന്നത്? I asked her who is paying the electricity bill and telephone bill. അതാ ചായന. She said that he's doing. കടയിലൊക്കെ പോയി സാധനമൊക്കെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? Who is doing the shopping at home? അതാ ചായന. That is China is doing. മരുന്ന് വാങ്ങി തരുന്നത് ആരാ? Who is buying medicine for you? ഈ സഹോദരി ഒരു സർക്കാർ ജീവനക്കാരിയാണ്. അവർക്ക് പല സ്ഥലങ്ങളിൽ ടൂറിനൊക്കെ പോകണം. അപ്പൊ ഞാൻ ചോദിച്ചു, ടൂറിനൊക്കെ കൊണ്ട് വിടുന്നത് ആരാണ്? She is working in a government firm and she has to go around. So I asked her, who is dropping you in different places when you visit officially? അപ്പൊ അത് അച്ചായനാ. She said that also is done by him. ഞാൻ പറഞ്ഞപ്പോ ഒത്തിരി കാര്യങ്ങൾ അച്ചായൻ ചെയ്യുന്നുണ്ടല്ലോ, എപ്പോഴെങ്കിലും അച്ചായൻ ഈ നല്ല കാര്യം ചെയ്തപ്പോ അച്ചായ താങ്ക് യു, ചെയ്തതിന് നന്ദി എന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ? And then I asked her, see, lot of things he is doing, and ever you have appreciated and thank him for what he is doing? ഇല്ല, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞു. And she said, I have never done that. ഞാൻ ചോദിച്ചു, ഈ റൂം ക്ലീൻ ആക്കണം എന്നുള്ള ആവശ്യം ഇദ്ദേഹത്തിന് അറിയാമോ? And asked her whether he knows that he needs to clean the room. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി സഹോദരി വീട്ടിൽ ചെന്നിട്ട് ഈ കാര്യം അദ്ദേഹത്തോട് പറയുകയേ ചെയ്യരുത്, റൂം ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യം പറയരുത്. I told her that henceforth you should not ask him to clean the room. അത് മാത്രമല്ല, ഇദ്ദേഹം ഏതെങ്കിലും കാര്യം വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിന് നന്ദി പറയുക, അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കുക. So if he is doing anything at home, you need to appreciate and thank him for that. ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നെ കഴിഞ്ഞിട്ട് വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞു. I told her that you should call me back after 1 month. ഒരു 8-9 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു. After 8-9 days she called me back. അങ്കിൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു, ഇപ്പൊ അച്ഛൻ റൂം ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. She said that I did as you have told me, and now everything is perfect. He's even cleaning the room. എന്താ കാര്യം? What is the reason? പ്രോത്സാഹിപ്പിക്കുന്ന അഭിനന്ദിക്കുന്ന വാക്കുകളുടെ ശക്തി. The power of appreciation, the power of encouraging words. Words of encouragement. Words of encouragement. പ്രോത്സാഹനം നൽകുന്ന വാക്കുകൾ. The words that encourage one another. Encourage എന്ന് പറഞ്ഞാൽ inspire courage എന്നാണ് അതിന്റെ അർത്ഥം. The word encourage means inspire courage. We give അവർക്ക് ധൈര്യം പകരുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ജീവിത പങ്കാളിയെ പ്രോത്സാഹിപ്പിക്കുവാൻ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? Are we able to support, encourage our life partner? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന ഒരു വാചകമായിരിക്കാം അവർക്ക് വലിയ മാറ്റം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രോത്സാഹനമായി തീരുന്നത്. Probably a single sentence that we utter would be a means for them to change a lot. ഭാര്യാഭർത്തൃ പശ്ചാത്തലത്തിൽ അല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Even though it is not in the background of family life, but still I would like to narrate an experience that I had in my life. 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞങ്ങളുടെ വീടിന്റെ പറമ്പിൽ ഒരു കോണിൽ ഈ കഞ്ഞിയും കറിയും ഉണ്ടാക്കുക, അതുപോലെ സാധനങ്ങൾ വിൽക്കുക, അങ്ങനെ കൊച്ചൊരു ഷോപ്പൊക്കെ നടത്തുന്ന എൻ്റെ ഒരു കൗതുകമായിരുന്നു. When I was 5-6 years old, it was my hobby to create a miniature house and a grocery shop near our house. അപ്പോൾ ഒരു ചിരട്ടയൊക്കെ വെച്ച് ത്രാസൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെയാണ്, കമ്പുമൊക്കെ ആയിരിക്കും നമ്മൾ വിൽക്കുന്നത്, അങ്ങനെയുള്ള ഒരു കട നടത്തുകയാണ്. So as if we are running a shop, we keep things. That was a hobby and that was a play that we used to do. ഒരു ദിവസം ഞാൻ അവിടെ ഇങ്ങനെ ഈ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മയും അടുത്ത വീട്ടിലെ അമ്മയും കൂടെ ഒരു കാപ്പി മരത്തിന്റെ ചുവട്ടിൽ അതിന്റെ അടുത്ത് നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. One day when I was running that shop, my mother as well as a mother of the next neighbor was talking together. കുടുംബ പ്രാരാബ്ദങ്ങളെ കുറിച്ചൊക്കെയാണ് അവർ പറയുന്നത്. They were explaining about the plight that they have at home. അപ്പോൾ അവർ പറഞ്ഞു ആനയ്ക്ക് തടിഭാരം ഉറുമ്പിന് അരിഭാരം എന്നൊക്കെ അവർ പറഞ്ഞു. They were telling that for an elephant the wood is heavy and for an ant grain is heavy. ഇതിന്റെ ആശയമൊന്നും എനിക്ക് മനസ്സിലായില്ല.
the meaning I didn't understand. പക്ഷെ ആനയും ഉറുമ്പും ഒക്കെ എന്റെ മനസ്സിൽ തങ്ങി നിന്നു. But elephant and ant remained in my mind. പിറ്റേന്ന് രാവിലെ ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി നിക്കറൊക്കെ വലിച്ചു കയറ്റുകയാണ്. The next day I was wearing my trouser to go to school. അധ്യാപിക അമ്മയും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിലേക്ക് പോകാൻ. My mother, being a teacher, she was also getting ready to go. ആ സമയത്ത് വളരെ പോപ്പുലർ ആയിരുന്ന ഒരു പാട്ടായിരുന്നു തുണേനിക്ക് യേശുവേ എന്നുള്ളത്. അതിന്റെ ട്യൂൺ അപ്പോൾ എന്റെ മനസ്സിലുണ്ട്. It was a popular song at that time in Malayalam song, തുണേനിക്ക് യേശുവേ, and that tune was in my mind. അപ്പോൾ തലേന്ന് കേട്ട ഈ വാചകം ഈ ട്യൂണിൽ ഞാൻ അങ്ങ് പാടാൻ തുടങ്ങി. I started singing that phrase that I heard in this very tune. ആനയ്ക്ക് തടി ഭാരം ഉറുമ്പിനു അരിഭാരം എനിക്കൊട്ടും ഭാരമില്ല യേശു എന്നെ കരുതിയിടുന്നു. ഇതായിരുന്നു ആ പാട്ട്. This was the song. അപ്പോൾ ഇത് പാടിക്കഴിഞ്ഞ ഉടനെ അമ്മ വിളിച്ചു, എന്താ മോനെ നീ പറഞ്ഞ പാടി ഒന്നുകൂടെ പാടിക്കുക എന്ന് പറഞ്ഞു. When I sang this, my mother asked, what did you sing? Sing it again. ഞാൻ എന്തോ കുരുത്തക്കേട് പറഞ്ഞു എന്നൊരു സംശയം. ഇല്ലില്ല, ഞാനൊന്നും പറഞ്ഞില്ല, അതൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. And actually I thought that I did something wrong, and so I told her that I did not say anything. അമ്മ പറഞ്ഞു, മോനെ അതൊരു പാട്ടാണ്, ഒന്ന് എഴുതി വെക്കണം. She told me that it's a song, you need to write it down. എനിക്ക് എഴുതാൻ അറിയില്ല, കാരണം 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അക്ഷരം അറിയില്ല. I don't know how to write. I am studying in 1st standard. സഹോദരിയെ വിളിച്ച് ആ പാട്ട് എഴുതി തന്നു. My sister was called and she wrote that down. ആ ഒരു വാക്ക്, പ്രോത്സാഹനത്തിന്റെ വാക്കാണ് പിന്നീട് ഗാനങ്ങൾ രചിക്കുവാൻ, ഈ മേഖലയിലേക്ക് വരുവാൻ എനിക്ക് സഹായകരമായി തീർന്നു. That words of encouragement prompted me to write songs as I grew up. ഫിലിപ്പൈൻസിൽ ഞാൻ പോയ ഘട്ടത്തിൽ എഴുത്തുകാരിയായ വളരെ പ്രശസ്തയായ എഴുത്തുകാരിയായ ഒരു സഹോദരിയെ കണ്ടു. When I visited Philippines, I could meet a writer sister. അവരുടെ വിവാഹത്തിന് മുൻപ് അവർ പല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ മാസികകൾക്ക് അയച്ചു കൊടുക്കും. എന്നാൽ മതിലേൽ റബ്ബർ പന്തെറിഞ്ഞാൽ എങ്ങനെ തിരിച്ചു വരുമോ അതുപോലെ തിരിച്ചു വരും. Before her marriage, she used to write so much of articles and send it for preparation, but it will never happen. It will return as it is. പിന്നെ എഴുത്ത് അതോടെ നിർത്തി. So she stopped writing. കല്യാണം കഴിഞ്ഞപ്പോ ഇവർ എഴുതി വെച്ചിരുന്ന ചില ലേഖനങ്ങൾ ഈ ഭർത്താവ് യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടുവാനിടയായി. After marriage, it happened that her husband could see some of the articles that she wrote before. അദ്ദേഹം അത് എടുത്ത് ചില മാസികകൾക്ക് അയച്ചു കൊടുത്തു. He took it out and sent it to some publications. അങ്ങനെ ഇരിക്കെ ഒന്ന് പബ്ലിഷ് ചെയ്തു വന്നു. And one was published. അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. He encouraged her. 2 പ്രസിദ്ധീകരിച്ചു. 2 were published. 3, 4. ഇന്ന് ഫിലിപ്പൈൻസിലെ ഏറ്റവും അറിയപ്പെടുന്ന വനിതാ എഴുത്തുകാരിൽ ഒരാളാണ് ആ സ്ത്രീ. And today she is one of the very well-known writer in Philippines. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ അവസാനമായി നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ചത് എന്നാണ്? Let me ask you this question. When was it that the last time that you appreciated your life partner? അവളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു നല്ല കാര്യം കണ്ടിട്ട്, ദൈവദത്തമായ ഒരു താലന്ത് അവൾ പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ട് എന്നാണ് നിങ്ങൾ അവസാനമായി ആ വ്യക്തിയെ ഒന്ന് അനുമോദിച്ചത്? Having seen his or her talent, expressing God-given ability, when was it that last time you appreciated your life partner? Expose and encourage the untapped and hidden potential of your spouse. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കാണപ്പെടാത്തതായിട്ടുള്ള സാധ്യതകൾ, കഴിവുകൾ വെളിച്ചത്ത് കൊണ്ടുവന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ റബ്ബർ മരങ്ങളുണ്ട്, അതൊക്കെ അതിലെല്ലാം കറ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു ടാപ്പ് ചെയ്യുന്ന ആൾ പോയി ഒന്ന് ടാപ്പ് ചെയ്താൽ മതി, അതെല്ലാം പുറത്തേക്ക് വരും. We know back at home we have this rubber tree and it has it's sap and if you tap it, it will come out. Okay. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിത പങ്കാളിയിൽ ധാരാളം ദൈവദത്തമായ കഴിവുകളുണ്ട്. അത് ടാപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമാണ് എന്ന് നാം മറക്കരുത്. Our life partner have tremendous potentials and it is our responsibility to tap it out. എന്നാൽ അതേസമയം നാം ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. At the same time we should remember another thing. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ നിങ്ങൾ അവരെ നിർബന്ധിക്കുക എന്നുള്ളതല്ല പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. Encouragement is not prompting the partner to do something which you like. ഒരു സഹോദരൻ എനിക്ക് എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര വണ്ണമാണ്, അവളുടെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി നീ ഒന്ന് ഇതൊക്കെ ചെയ്യുന്ന എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്തൊന്ന് പോകണം എന്ന് ഞാൻ, നീ ജിമ്മിലൊക്കെ ഒന്ന് പോകണം, പോയി നടക്കണം, ഓടണം എന്നൊക്കെ ഞാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ അവൾക്ക് എന്നോട് ദേഷ്യം കൂടിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. One brother said that my wife is very fatty and chubby. I really want to make her slim. So I always prompted and encouraged and compelled her to join a gym and do a lot of exercises to bring it down. ആ സഹോദരിക്ക് അത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ഇദ്ദേഹത്തിന്റെ താല്പര്യമാണ് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. The sister did not want to do that, but it was his desire. എന്നാൽ ഈ സഹോദരി പറയുകയാണെന്ന് കരുതുക, അച്ഛാ എന്റെ വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ
ഒന്ന് എൻകറേജ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് പോയി അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് പ്രോത്സാഹനത്തിന്റെ വാക്കുകളാണ്. Now, if the sister intend to do that, and if she is asking a counsel whether what to do in order to bring down her weight, then it is a word of appreciation. അതിനോട് ചേർന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് യൂസ് കൈൻഡ് വേർഡ്സ് എന്നുള്ളത്. അതിനോട് ചേർന്ന് പറയേണ്ടതായ മറ്റൊരു കാര്യമാണ് വളരെ കരുണയോട് കൂടിയ നല്ല വാക്കുകൾ ഉപയോഗിക്കാം. Yeah, words would be interpreted on the basis of the tone and voice. നമ്മുടെ ശബ്ദത്തിന്റെ ആ രീതിയും ശബ്ദത്തിന്റെ ഘനവും ഒക്കെ അനുസരിച്ച് നമ്മുടെ വാക്കുകൾക്ക് അർത്ഥമുണ്ട്. ബൈബിൾ പറയുന്നുണ്ടല്ലോ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായ വാക്കുകളായിരിക്കണം. Bible says that your words should be full of grace and seasoned with salt. ദേ ചായ ഇരിക്കുന്നു എങ്ങനെയൊക്കെ പറയാം. You can say here is the tea. How can we express it? ദേ ചായ ഇരിക്കുന്നു കേട്ടോ കുടിച്ചാലും എന്ന് പറയാം. You can say that here is the tea. Please have it. ദേ ചായ ഇരിക്കുന്നു വേണേ എടുത്ത് കുടിക്കുക അങ്ങനെയും പറയാം. You can say that here is tea. If you want, drink it. വാചകം രണ്ടും ഒന്നാണ്, പക്ഷേ ടോൺ മാറിയതോടുകൂടി അർത്ഥം മാറി. Now the sentence both are same, but the difference in tone makes the difference. ദേഷ്യം പോലും കരുണയുള്ള വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയും. You are able to express your anger even through kind words. ദേഷ്യം വരുമ്പോൾ വേണേ പറയാം ചായ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് വേണമെങ്കിൽ പറയാം. അത് മര്യാദക്കുള്ള സംസാരമാണ്. അപ്പം തന്നെ ദേഷ്യം പ്രകടിപ്പിക്കുകയുമാണ്. Now when you are getting angry, you can say that Achayan, I'm really getting angry. That's one of the way to express your anger. Use humble words. വിനയാന്വിതമായ പദങ്ങൾ ഉപയോഗിക്കുക. You need to use humble words. അത് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അത് ചെയ്തേക്കണം എന്ന് ചോദിക്കുമ്പോൾ അത് കഠിന വാക്കുകളാവും. When you say that do it or you say it should be done, then it is very hard words. ഇതൊന്ന് ചെയ്യാമോ ഒന്ന് ചെയ്തു തരാമോ എന്ന് നാം ചോദിക്കുമ്പോൾ അത് കൃപയോട് കൂടിയ ഹംബിൾ വേർഡ്സ് ആയിട്ട് മാറുകയാണ്. Now when you ask can you do this, that is very humble. നമ്മൾ ഡിമാൻഡിങ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു പേരന്റിന്റെ റോളിലേക്ക് വരികയും അത് കേൾക്കുന്ന വ്യക്തി കുട്ടിയുടെ റോളിലേക്ക് വരികയുമാണ് ചെയ്യുന്നത്. Now when we use demanding words, actually we are assuming the role of a parent and the one who hears it coming down to the position of a child. കുട്ടികളോടാണ് സാധാരണ നാം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെടാറുള്ളത്. Normally we command to children to do it. അവരോട് പോലും അങ്ങനെ കമാൻഡ് ചെയ്യരുതെന്നുള്ളതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നതും സമൂഹം പഠിപ്പിക്കുന്നതും. What Bible teaches and even the society teaches that even we should not command to them. ഭാര്യ വീട്ടിൽ കേക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നു. Wife was making cake at home. എന്നാൽ ഒരു വർഷമായിട്ട് കേക്ക് ഉണ്ടാക്കിയില്ല. Since 1 year she was not making cake. കേക്ക് ഭാര്യയുടെ കേക്ക് ഒന്ന് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെ പറയും? He wanted to have the cake made by wife, and how can he express it? ഒരു വർഷമായി ഇവിടെ കേക്ക് ഉണ്ടാക്കിയിട്ട് മര്യാദയ്ക്ക് ഇന്ന് വൈകിട്ട് ഞാൻ വരുമ്പോൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കിക്കോണം കേട്ടോ. It is 1 year that you made cake, so it should be that when I come here there should be cake. വൈകിട്ട് വരുമ്പോൾ കേക്ക് ഉണ്ടാവണമെന്നില്ല. There won't be cake when you come back. എന്നാൽ അതേ സമയം ഒരു വർഷമായില്ലേ നമ്മൾ കേക്കൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് പുതിയൊരു കേക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ, ഞാൻ ചില സാധനമൊക്കെ കൊണ്ടുവരാം, നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ ഓക്കെ എന്നാൽ വൈകിട്ട് ഇച്ചിരി നേരത്തെ പറയാം നമുക്ക് ഉണ്ടാക്കാം എന്നായിരിക്കും മറുപടി. Now if you say that is it that 1 year that we have made a cake and why don't you try a new one, I'll bring the material and we can try it out. If you say like that, of course cake will come. ഒന്നാമത്തെ സ്നേഹഭാഷ വേർഡ്സ് ഓഫ് അഫർമേഷൻ. The first love language is words of affirmation. രണ്ടാമത്തെ സ്നേഹഭാഷ എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈമാണ്. The second language is quality time. ഞാൻ രാവിലെ തുടക്കത്തിൽ പറയുകയുണ്ടായല്ലോ, ബോംബെയിൽ പോയിച്ചു വരുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം സമ്മാനം കൊണ്ട് കൊടുത്തു, പക്ഷേ ഭാര്യയെ സംബന്ധിച്ച് അതായിരുന്നില്ല അവളുടെ സ്നേഹഭാഷ. As I told earlier, that friend who came back from Bombay, he brought present to her, but actually that was not the love language that she was expecting. അവളുടെ സ്നേഹഭാഷ ക്വാളിറ്റി ടൈം എന്നുള്ളതായിരുന്നു. Her love language was a quality time that should be spent with her. തന്റെ ഭർത്താവ് തന്റെ കൂടെ കുറെ സമയം ചെലവഴിക്കുകയും സംസാരിക്കുകയും ചെയ്യണം എന്നുള്ളതായിരുന്നു അവളുടെ ആഗ്രഹം. She was expecting that her husband should spend some time with her and talk to her. പല സ്ഥലങ്ങളിലും ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർ കണ്ടുമുട്ടുന്ന ഗരാജിലാണ്, ബൈ പറയാൻ വേണ്ടി, ഹൈ പറയാൻ വേണ്ടി മാത്രം. In many places husband and wife meet at the garage to say hi and bye. ക്വാളിറ്റി ടൈം അല്ലെങ്കിൽ നിലവാരമുള്ള സമയം എന്ന് പറയുന്നത് രണ്ടുപേരും കൂടെ അടുത്തടുത്തിരുന്ന് ടെലിവിഷൻ കാണുന്നതല്ല. Quality time is not the time that you spend before TV together and watching the movie or watching the display. ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഭാര്യ ഭർത്താക്കന്മാർ ഞങ്ങൾ അടുത്തടുത്താണല്ലോ ഈ കോൺഫറൻസ് ഇരുന്നത്, അതും ക്വാളിറ്റി ടൈം എന്ന് അതിനെ വിളിക്കാൻ പറ്റുകയില്ല. Husband and wife are sitting together right from the morning today, but still it cannot be addressed as quality time. കല്യാണത്തിന് പോയപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്, ഒരുമിച്ചായിരുന്നത്, തിരിച്ചു വന്നത് ഒരുമിച്ചാണ്, ഞങ്ങൾ ഇന്ന് ഇത്രയും സമയം ഒരുമിച്ച് ചെലവഴിച്ചു, അതും ക്വാളിറ്റി ടൈം അല്ല. Now when we went for marriage, we traveled together, we sat together, we returned together, still that is not quality time. Quality time എന്ന് പറയുന്നത് പേഴ്സണൽ ടൈമാണ്.
Quality time is personal time. Undivided attention, അവിഭജിതമായ ശ്രദ്ധ ആ വ്യക്തിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. It means we are offering undivided attention to the other partner. ജീവിത പങ്കാളിക്ക് ശ്രദ്ധ കൊടുക്കുകയും മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുകയും ചെയ്യുക, അത് ആശാസ്യമായ ഒരു കാര്യമല്ല. It is not permitted that we listen our partner and be engaged in doing something else. ഞാനൊരു വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ആ വീട്ടിലെ അപ്പൻ മകനും കൂടെ നിലത്തിരുന്ന്, കൊച്ചുകുട്ടിയാണ്, 2-3 വയസ്സുള്ള, അവർ രണ്ടുപേരും കൂടെ കളിക്കുകയാണ്. When I went to a home, I saw that the father was playing with the child sitting at the floor. ആ മോനെ പന്ത് ഇങ്ങനെ അപ്പനോട് ഉരുട്ടി കൊടുക്കും, അപ്പൻ തിരിച്ച് പന്തുരുട്ടും. The son would roll the ball to the father and father would roll it back. ഞാനിത് കൗതുകത്തോടെ കുറെ നേരം വാതിൽക്ക് നിന്നത് കണ്ട് ആസ്വദിച്ചു. I was anxiously watching that and I really enjoyed that. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. After some time a phone call came. അപ്പൻ ഫോൺ സംസാരിക്കാൻ തുടങ്ങി. Father started talking over phone. പന്ത് വരുന്നുണ്ട്, പന്ത് അങ്ങോട്ട് തട്ടുന്നുണ്ട്. A ball came and he is returning it back. വീണ്ടും വരുന്നു, പന്ത് തട്ടി കൊടുക്കുന്നു. Again it is coming and he is returning it. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ പയ്യന് മനസ്സിലായി അപ്പൻ ഈ കളിയിൽ ഇല്ല, അദ്ദേഹം യാന്ത്രികമായിട്ട് കൈ കാണിക്കുകയാണ് എന്ന്. After some time this little boy understood that the father is not there, he is just mechanically moving his hand. അവൻ കളി നിർത്തി എഴുന്നേറ്റ് പോയി. He stopped the play and went. കൊച്ചുകുഞ്ഞിന് പോലും മനസ്സിലായി അൺഡിവൈഡഡ് അറ്റൻഷൻ തനിക്ക് കിട്ടുന്നില്ല. Even that little child understood that he is not getting undivided attention at that process. ഇന്ന് അനേക ഭാര്യമാർ ഭർത്താക്കന്മാർ പറയുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളികളുടെ കൂടെ ഞങ്ങൾ സമയം ചെലവഴിക്കുന്നു, പക്ഷേ അത് അൺഡിവൈഡഡ് അറ്റൻഷൻ നൽകുന്നതല്ല. Many life partners say that we spend time with our partners, but still it will not come to the level of undivided attention. Togetherness എന്ന് പറയുന്നത് അടുത്തടുത്ത് ഒരുമിച്ചിരിക്കുന്നതിനെ കുറിച്ചല്ല. Being together or togetherness is not being seated nearby. പിന്നെ എന്താ togetherness പറഞ്ഞാൽ അതിന്റെ അർത്ഥം? Then what does it mean by saying togetherness? മറ്റേ വ്യക്തി പറയുന്ന കാര്യങ്ങൾ താല്പര്യത്തോടെ, ജെനുവിൻ ഇൻട്രസ്റ്റോടെ കാതോർക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. Listening interestingly what the other partner narrates. അത് മാത്രമല്ല, പ്രസക്തമായ ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് മനസ്സിലാക്കുക. Not only that, we should say valuable questions in between to understand what the other person is explaining. അത് മാത്രമല്ല, ജീവിത പങ്കാളി സംസാരിക്കുമ്പോൾ ആവുന്നിടത്തോളം ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറാകുക. Not only that, we need to provide eye contact as much as possible when the other partner talks to us. അവരുടെ വാക്കുകൾ കേൾക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവരുടെ വികാരങ്ങൾ കേൾക്കുക, അവരുടെ ചിന്തകൾ കേൾക്കുക എന്നുള്ളതാണ്. When we say that we are listening the words, it means that we are listening their emotion, we are listening their ideas. ഒരു സ്ത്രീക്ക് തന്റെ ഓഫീസിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. Once a lady having a problem in her office. അവരെ ഓഫീസിലെ ഒരു ഉയർന്ന തസ്തികയിലുള്ള സ്ത്രീയാണ്. അവർ കീഴ് ജീവനക്കാർ പലരും അവർക്കെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. She was assuming a high position at the office and her subordinates created some problem. എന്നാൽ അവർ അതിന്റെ അവസാനം ആ പ്രശ്നമൊക്കെ പരിഹരിച്ചു. And finally the problem was resolved. പക്ഷേ വളരെ വേദനയോടുകൂടിയാണ് ആ സ്ത്രീ ഭവനത്തിലേക്ക് വന്നത്. But she came back home with a broken heart. എന്നിട്ട് തന്റെ ഭർത്താവിനോട് വൈകിട്ട് തന്റെ വ്രണതമായ ഹൃദയത്തിന്റെ വേദന മുഴുവൻ മെല്ലെ പങ്കുവെക്കാൻ ശ്രമിച്ചു. And she started sharing that pain and burden she had in her heart to her husband. 3-4 മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഭർത്താവിന് പ്രശ്നങ്ങൾ മുഴുവൻ മനസ്സിലായി. കാരണം അദ്ദേഹം ഒരു MBA കാരനാണ്. അദ്ദേഹത്തിന്റെ പ്രോബ്ലം മുഴുവൻ കൃത്യമായിട്ട് മനസ്സിലായി. As she talked for 3-4 minutes, husband could understand the problem because he was an MBA graduate and he could assume what actually had happened. പെട്ടെന്ന് ഭാര്യയെ നിർത്തിയിട്ട് പറഞ്ഞു, നീ അന്നേരം ഈ സിറ്റുവേഷൻ ഇങ്ങനെ ചെയ്യണമായിരുന്നു, നീ അങ്ങനെ പറയണമായിരുന്നു, അങ്ങനെ പറയാഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ പറയാൻ തുടങ്ങി. Then he stopped her and started saying that at that particular situation you would have responded like this and answered like this, and he started reasoning like that. സത്യത്തിൽ ആ സ്ത്രീക്ക് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? Actually what that lady wanted to have at that time. പ്രശ്നത്തിന് പരിഹാരമല്ല, കാരണം പ്രശ്നം അവർ പരിഹരിച്ചു കഴിഞ്ഞിരുന്നു. It is not the solution of her problem, it is already resolved. അവരുടെ വേദന പറയുന്നത് കേൾക്കുവാൻ തുറന്ന ഒരു കാതായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. She wanted an ear that is open to listen her plights. അവരുടെ ശിരസ് താങ്ങുവാൻ ഒരു ചുമലായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. She wanted a shoulder which can support her head. Observe the body language. നമ്മുടെ ജീവിത പങ്കാളി വാചകങ്ങൾ പറയുമ്പോൾ അവരുടെ ശരീരഭാഷ ശ്രദ്ധിക്കുക. We need to observe the body language when our partner explains to us. ഇടയ്ക്ക് കയറി അത് വ്യാഖ്യാനിക്കാതിരിക്കുക. We should not interrupt and try to explain it. ഹോട്ടലിലൊക്കെ കഴിക്കാനിരിക്കുമ്പോൾ ഞാൻ ചുറ്റും ആൾക്കാരെ ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ ഒരു കൗതുക കാഴ്ചയാണത്.
When I go for food in hotels, I used to observe those who are sitting nearby. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ചിലപ്പോൾ കപ്പിൾസ് വന്നിരുന്ന് കഴിക്കാൻ വന്നിരിക്കുന്നുണ്ടാവും. Probably couples were seated beside. They have come for food. ശ്രദ്ധിച്ചു നോക്കിയാൽ അടുത്ത കാലത്ത് കല്യാണം കഴിച്ചതാരാ, കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരിയും കാലമായതാരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. If you keenly observe, we can understand among those couples who had recently married and who had married long time back. എങ്ങനെ മനസ്സിലാവും? How can you understand that? ആഹാരം ഓർഡർ ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞ് വന്നില്ലേലും നവദമ്പതികൾക്ക് പ്രശ്നമില്ല, അവരിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. If the ordered food is delayed for 1 hour, they will never get irritated. For those who are recently married, they keep on talking each other. എന്നാൽ മറ്റുള്ളവരുടെ കാര്യമോ, പണ്ടേ കല്യാണം കഴിച്ചവരെ, those who had married long back, what would be their situation? ആഹാരം ഓർഡർ ചെയ്തിട്ട് ഭർത്താവ് അങ്ങോട്ട് നോക്കിയിരിക്കും, ഭാര്യ ഇങ്ങോട്ട് നോക്കിയിരിക്കും. After ordering the food, the husband would look that side and wife would look this side. ചാപ്പാട് വരാൻ 5 മിനിറ്റ് താമസിയാകുമ്പോഴത്തേന് ബഹളമായി. If 5 minutes delayed, they get irritated and they create issue. സ്നേഹമെല്ലാം ക്രമേണ ചോർന്നൊലിച്ചു പോകുന്ന ഒരു സാഹചര്യം. A situation that all your love has been oozed out. അതുകൊണ്ട് establish a daily sharing time in which each of you will talk about the 3 things happened to you that day and how you felt. നാം ചെയ്യേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ആ ദിവസം സംഭവിച്ച 3 കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുവാനായിട്ട് ഒരു സമയം ക്ലിപ്തപ്പെടുത്തുക. എല്ലാ ദിവസവും ക്ലിപ്തമായി ജീവിത പങ്കാളിയുമായി ആശയവിനിമയം നടത്തുവാൻ ഒരു സമയം കണ്ടെത്തുക. There should be a fixed time to share issues or incidents with your life partner. അന്ന് പകൽ സംഭവിച്ച 3-4 ചെറിയ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുക. You can share 2 or 3 incidents that you witnessed or your part during the day. Quality time എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ quality activities നമുക്ക് പരിഗണിക്കാൻ കഴിയും. Even quality activities also included in quality time. മൂന്നാമത്തെ ഒരു സ്നേഹഭാഷ എന്ന് പറയുന്നത് receiving gifts എന്നുള്ളതാണ്. Third love language is giving and receiving gifts. ഒന്നാമത്തെ ഏതായിരുന്നു? What was the first one? Come on. Which was the first love language? Affirmation, words of affirmation. Number 2? Come on, please. Number 2? Quality time. Thank you. And third one is receiving gifts. And now the third language is receiving gifts. സ്നേഹം പങ്കുവെക്കുവാനുള്ള ഏറ്റവും ഉത്തമമായ ശ്രേഷ്ഠമായ ഒരു ഉപാധിയാണ് സമ്മാനങ്ങൾ നൽകുക എന്നുള്ളത്. Giving presents is one of the best ways to share love. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഒരു സമ്മാനം വാങ്ങിക്കൊണ്ട് കൊടുത്താൽ അതിന്റെ അർത്ഥം ഞാൻ അവളിൽ നിന്നും വളരെ ദൂരെയായിരുന്നപ്പോഴും അവളെ ഓർക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ സമ്മാനം ഞാൻ വാങ്ങിയത്. When I bring a present to my wife, when I come back after a journey, it shows that when I was away, I was concerned, I was thinking about her, and that's why I brought this present to her. ഞാൻ എൻ്റെ കാര്യത്തിൽ മാത്രം വ്യാപൃതനായിരുന്നെങ്കിൽ, എൻ്റെ സ്നേഹിതന്മാരുമായി തിരക്കിട്ടങ്ങ് നടക്കുകയായിരുന്നെങ്കിൽ ഈ സമ്മാനം വാങ്ങുവാൻ സമയം കണ്ടെത്തുമായിരുന്നില്ല. If I was involved in my own matters and I was spending time with my friends only, then there would not have enough time to buy this present. എന്നാൽ തിരക്കുണ്ടായിരുന്നു, അതിന്റെ മധ്യത്തിലും എൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ച് ഞാൻ ഓർത്തു, അതുകൊണ്ടാണ് അവളെ ഓർത്തുകൊണ്ടാണ് ഈ സമ്മാനം ഞാൻ വാങ്ങിയത്. Even though I was busy, but still I was remembering my life partner, and that's why I purchased and brought this present. ഗിഫ്റ്റ്, സമ്മാനങ്ങൾ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു ദൃശ്യ മാധ്യമമാണ്, ദൃശ്യ പ്രകടനമാണ്. And gifts are a visible expression of love. നമ്മുടെ ചിന്ത മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല. Our thoughts cannot be visible to others. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ അതെന്റെ ഭാര്യയ്ക്ക് കാണാൻ കഴിയില്ല. I have the thought in my mind that I love my wife, but my wife cannot see that. എന്നാൽ ആ ചിന്ത ഒരു പ്രകടനമായി മാറി, ഒരു ആക്ഷനായി മാറി, ഒരു സമ്മാനമായി ഞാൻ അവൾക്ക് കൊടുക്കുമ്പോൾ അത് അവൾക്ക് കാണാൻ കഴിയുന്നു. But when it is displayed as an action, it is given as a present, then she is able to understand that. സ്നേഹഭാഷകളിൽ പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളതും സമ്മാനങ്ങൾ നൽകുക എന്നുള്ളതാണ്. Even in love language, the most easiest thing is to give gifts. സമ്മാനം കൊടുക്കുക, സമ്മാനം സ്വീകരിക്കുമ്പോൾ something you can hold in your hand and say, he was thinking of me, she remembered me. When you give presents, when you receive presents, that would say that he or she is in my mind and we are holding together. ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ വാങ്ങിയതാവണമെന്നില്ല, ഒരുപക്ഷെ നാം ഉണ്ടാക്കിയതാവാം, വലിയ വിലയുള്ളതാവണമെന്നില്ല. പക്ഷെ ആ സമ്മാനത്തിന്റെ വിലയിലല്ല, ആ സമ്മാനത്തിലാണ് വിലയിരിക്കുന്നത്. That presents or gift need not be something that we bought from outside. It is not the value
or the price of that thing matters, but it is the actual gift and the mind and the heart behind is what നാം matters. സമ്മാനം കൊടുക്കാറുണ്ട് ഒരുപക്ഷെ ജന്മദിനത്തിൽ അല്ലെങ്കിൽ വിവാഹ വാർഷികത്തിൽ. അങ്ങനെ ഒരു പ്രത്യേക അവസരത്തിന് വേണ്ടി നാം നോക്കി നിൽക്കേണ്ട. ഏതവസരവും സമ്മാനത്തിന്റെ അവസരങ്ങൾ തന്നെയാണ്. We should not wait until wedding anniversary or birthday to give a present. Any time is suitable for giving presents. നിങ്ങളെ തന്നെ ചില അവസരങ്ങളിൽ സമ്മാനമായിട്ട് കൊടുക്കാം. Sometimes you can offer yourselves as a present. നിങ്ങളുടെ സാന്നിധ്യം തന്നെ ഒരുപക്ഷെ അവൾക്കൊരു സമ്മാനമായിരിക്കാം. Even the very presence of you would be a present. ചില പ്രത്യേക ഘട്ടങ്ങളിൽ എത്ര വിലപിടിപ്പുള്ള സമ്മാനം കൊടുത്താലും അതിനേക്കാൾ വിലമതിക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യമായിരിക്കാം. In some occasions, whatever costly presents you would offer, your very presence would be more precious and valuable than that. നാലാമത്തെ സ്നേഹഭാഷ എന്ന് പറയുന്നത് acts of service എന്നുള്ളതാണ്. A fourth love language is act of service. സേവനത്തിന്റെ പ്രവർത്തികൾ. ചിലർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. Some people say like this. എനിക്ക് എൻ്റെ ഭാര്യയെ വളരെ ഇഷ്ടമാണ്. കാരണം ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ചായ ഉണ്ടാക്കി തരും, എൻ്റെ ബട്ടൺസ് ഒക്കെ അഴിച്ച് എൻ്റെ ഉടുപ്പൊക്കെ മാറ്റി തരും, എനിക്ക് അതുപോലെ തന്നെ എൻ്റെ ഷൂസ് ഒക്കെ പോളിഷ് ചെയ്ത് തരും, എൻ്റെ വസ്ത്രമൊക്കെ തേച്ച് തരും. എനിക്ക് എൻ്റെ ഭാര്യയെ വലിയ ഇഷ്ടമാണ്, അവൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാറുണ്ട്. Some people say that I like my wife very much, I love my wife very much because she loves me when she cooks for me, she unbuttoned my shirt, help me to put shoes, so she is doing a lot of things and that's why I love her. അങ്ങനെ ഒരാൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താ? അദ്ദേഹത്തിന്റെ സ്നേഹഭാഷ, അദ്ദേഹത്തിന്റെ ലവ് ലാംഗ്വേജ് ആക്ട് ഓഫ് സർവീസ് ആണ് എന്നുള്ളതാണ്. If somebody says like that, we need to understand that for that person his love language is act of service. ആവശ്യഘട്ടങ്ങളിൽ അവരെ സഹായിക്കുക, അവരോടൊപ്പം നിന്ന് അവരെ സർവീസ് ചെയ്യുക, സഹായിക്കുക എന്നുള്ളതാണ്. What they look for is to be with them and serve them, help them out at difficult or needed situations. വാക്കുകളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ, ഐ ലവ് യു എന്ന് പറയുന്നതിനേക്കാൾ, സമ്മാനങ്ങൾ നൽകുന്നതിനേക്കാൾ വിലപിടിപ്പുള്ള ഒന്നാണ്, പ്രധാനപ്പെട്ട ഒന്നാണ് അവരോടൊപ്പം നാം ആയിരിക്കുക, സർവീസ് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. Even much more than expressing with love with words or more than giving some presents, working together and helping them out is a better means of expressing our love. ഒരിക്കലും ചെറിയ ഒരു മീറ്റിംഗിൽ ഈ വിഷയം ഞാൻ സംസാരിച്ചപ്പോൾ സഹോദരിമാരോട് ചോദിച്ചു, നിങ്ങൾ ആക്ട് ഓഫ് സർവീസ് ലവ് ലാംഗ്വേജ് ആയിട്ടുള്ളവർ ഒന്ന് പറയുക. അതായത് നിങ്ങളുടെ എന്ത് സർവീസാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല, കൊച്ചു കൊച്ചു കാര്യങ്ങളായിക്കോട്ടെ എന്ന് പറയാൻ ആവശ്യപ്പെട്ടു. In a small meeting like this, when I was sharing this topic, I asked sisters which type of act they would expect from their husbands as love language. അവരുടെ മറുപടി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ചെറിയ ചെറിയ കാര്യങ്ങൾ it makes a big change എന്നുള്ളത്. When I heard the replies, I understood that petty things make a lot of differences. എന്താ അവർ ആവശ്യപ്പെട്ടെന്ന് അറിയാമോ? Do you know what they asked for? Cleaning the dishes for a day. ഒരു ദിവസം പാത്രം ഒന്ന് കഴുകി കൊടുക്കുക. Keep towels at wash basin. പാത്രവും വാഷ് ബേസിനും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. Folding the clothes. What is that? Folding the clothes. തുണിയൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. Take me to some places concerning my office work. എന്റെ ജോലി സംബന്ധമായ കാര്യത്തിൽ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോവുക. Dining table bed. ഡൈനിങ് ടേബിളും കിടക്കയും ഒക്കെ ഒന്ന് ശരിയാക്കുക. ഇത് വലിയ വലിയ കാര്യങ്ങളാണോ? Is it great things? കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. പക്ഷേ ആക്ട് ഓഫ് സർവീസ് ലവ് ലാംഗ്വേജ് ആയിരിക്കുന്നവരെ സംബന്ധിച്ച് ഇത് കൊച്ചു കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങൾ തന്നെയാണ്. These are simple petty things, but for those who see act of love as a service, for them it really matters. അപ്പോൾ ജീവിത പങ്കാളിക്ക് വേണ്ടി സർവീസ് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് സൗഗന്ധിക പുഷ്പത്തിന് വേണ്ടി ഭീമൻ പോയതുപോലെ പോവുക എന്നുള്ളതല്ല, ലളിതമായ കാര്യങ്ങൾ കൂടെ അവരെ നമുക്ക് സഹായിക്കുവാൻ കഴിയും. When we say that we offer act of service as love language, it is not like Bhima who went for that particular flower. It is that we do small services to small work to them. പിന്നെ കല്യാണത്തിന് മുമ്പ് അമ്മ എന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിച്ചിട്ടില്ല, പിന്നെ ഇവളിങ്ങനെ ഇന്നലെ വന്ന് ഇവളെ ചെയ്യിപ്പിക്കാൻ പോകുന്നത് എന്നായിരിക്കും പലരുടെ മനോഭാവം. Many would be feeling that until my marriage my mother never had permitted me to do anything, and how can she dare to tell me to wash pot or clean home? ഇതാ കുഴപ്പം, അമ്മമാരെന്ന് ഓർത്തോണം, ആൺമക്കളെയും ചില ജോലികളൊക്കെ ചെയ്യാനെന്ന് പഠിപ്പിച്ചോണം. And this is the problem, and mothers should make sure that you make your children do something to show the love language. ഞാനൊന്ന് സഹോദരന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാർ എന്ത് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നു? At the same day I asked the brothers that what you expect from your wives to do as an act of love. Clean up my office room table.
എൻ്റെ ഓഫീസ് റൂം ടേബിൾ ഒന്ന് ക്ലീൻ iron ചെയ്യുക, my dress and polish my shoes, എൻ്റെ വസ്ത്രങ്ങളൊക്കെ തേച്ച് എൻ്റെ ഷൂ ഒന്ന് പോളിഷ് ചെയ്ത് തരിക, get me the medicines properly. എൻ്റെ മരുന്നൊക്കെ എൻ്റെ സമയത്ത് തരിക. പറഞ്ഞ സഹോദരി മരുന്ന് എല്ലാം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം വല്ലതും ആണോ? Tell me sister, is it a difficult thing? കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, പക്ഷേ അത് it makes a huge difference. These are petty things, എന്നാൽ അവ വലിയ വ്യത്യാസം ഉളവാക്കും. അപ്പോൾ തന്നെ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, you cannot manipulate by guilt. അതായത് നീ if you are a good spouse you would do this, നീ ഒരു നല്ല ജീവിത പങ്കാളി ആണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ത്രെട്ട് ചെയ്ത് ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാക്കി നമ്മൾ ചെയ്യാൻ ശ്രമിക്കരുത്. But the thing that we need to remember is that you cannot make the other partner do this with a guilt feeling that this is the proof that you are a good life partner. ഭയപ്പെടുത്തുകയും ചെയ്യാൻ പാടില്ല. Also you cannot make them do this by threatening them. ഇത് ചെയ്തില്ല അനുഭവിക്കേണ്ടി വരും കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെയുള്ള വാക്കുകളും പാടില്ല. You should not say that if you don't do that you will suffer for that. You should not use those words. ജീവിത പങ്കാളിയെ ലഭിക്കുന്ന അവസരങ്ങളൊക്കെയും സഹായിക്കുക. Help out your life partner as much opportunity you get. ഒരു ഭാര്യയെ സഹായിക്കാൻ തീരുമാനിച്ച ഒരു ഉപദേശിയുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. I heard about the story of an evangelist who tried to help his wife out. പാസ്റ്റർ എന്നങ്ങ് വിളിക്കാം, ഉപദേശിച്ചുള്ള വാക്ക്. We can say pastor. അപ്പൊ ഇദ്ദേഹം നിരന്തരം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുന്നു, അതുകൊണ്ട് ഈ ഭാര്യയെ സഹായിക്കാൻ അവസരം കിട്ടാറില്ല. Since he is going to different places, he is not getting chance to help out his wife. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ വീട്ടിൽ നിൽക്കുകയാണ്, വേറെ എങ്ങും പോകുന്നില്ല, ഞാൻ നിന്നെ സഹായിക്കാം, നീ പോയി കാര്യങ്ങളൊക്കെ മീറ്റിങ്ങിനൊക്കെ പോയിട്ട് വാ, ഞാൻ ഇന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം, രാത്രി വരെ നിന്റെ കാര്യങ്ങളൊക്കെ മീറ്റിംഗ് പോവോ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു. So one day he said, today I dedicate my day to help you out, so I'll remain back at home and do all the work. You can go out after the meeting and come back as you like. വൈകിട്ടായപ്പോൾ തന്നെ ഭാര്യ തിരികെ വന്നു. In the evening wife came back. വളരെ വിഷമിച്ചാണ് അവർ വന്നത്. She was very sad. കാരണം ഒരു 5-6 പിള്ളേരുണ്ട്, അവരെയൊക്കെ എങ്ങനെ ഇദ്ദേഹം മേയിച്ച് കാണും, പിടിച്ചു കിടത്ത് ഉറക്കി കാണുമോ, എങ്ങനെയായിരിക്കും കാര്യങ്ങൾ, അതുങ്ങൾ കുസൃതി കാണിച്ചോ എന്നുള്ളൊക്കെ പേടിയിലാണ് വരുന്നത്. They had half dozen children and she was concerned how the husband managed to control them and how did he manage the house. വാതിൽക്ക് വന്നപ്പോൾ വേർത്തൊലിച്ച് നിൽക്കുന്ന ഭർത്താവിനെ കണ്ടു. And when she came to the gate, she saw the husband sweating all around. ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ, പിള്ളേരൊക്കെ ഉറങ്ങിയോ? She asked, how was it? Did all the children sleep? ഉറങ്ങി, എല്ലാവരും ഉറങ്ങി, ഒരുത്തൻ ഉറങ്ങുന്നില്ല. And she said, everybody slept, but one is still not sleeping. അവനെ അടിച്ചു കിടത്തി ഉറക്കാൻ ശ്രമിച്ചാൽ അവൻ എഴുന്നേറ്റ് ഓടുക. Even though I tried to make him lie down by punishing, but still അവനെ കിടത്തിയിട്ട് നോക്കിയപ്പോൾ അവൻ അപ്പുറത്തെ വീട്ടിലോട്ട് ഓടാൻ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. When I tried to make him lie down, he is trying to run to the other house. ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അപ്പുറത്തെ വീട്ടിലെ കൊച്ചായിരുന്നു. When he looked down, he saw that it was a child from the other house. ഇങ്ങനെയൊന്നും ഭാര്യമാരെ സഹായിക്കരുത്. Don't try to help out children like that. Wife like that. സ്നേഹത്തിന്റെ 5ാമത്തെ ഭാഷ. That is the 5th language of love. Physical touch, ശാരീരികമായ സ്പർശനം. Physical touch. സ്പർശനം എന്ന് പറയുന്നത് അതും വൈകാരിക സ്നേഹത്തിന്റെ പ്രകടനത്തിന്റെ ഒരു മാർഗമാണ്. Touching also is an emotional expression of love. ജീവിതത്തിൽ പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാകുമ്പോൾ ദുഃഖത്തിന്റെ അവസരങ്ങളിൽ ഒന്ന് തോളിൽ ചേർത്ത് പിടിച്ച് a pat on the shoulder, ഒന്ന് തട്ടുക, ഒന്ന് ചേർത്ത് പിടിക്കുക, അത് സ്നേഹത്തിന്റെ വലിയൊരു പ്രകടനമാണ്. Now when we pass through troublesome times in our life, it's always an expression of love to hold close to the other partner with us and touch and pat and comfort that person. നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിക്കുമ്പോൾ അല്ലെങ്കിൽ രോഗിയായി കിടക്കുമ്പോൾ മറ്റുള്ളവർ വന്ന് നമ്മളോട് ചേർത്ത് പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വലിയ ആശ്വാസമാണ്. During the sad demise of our dear ones, or even when our dear ones are sick, now those who love us and whom we love come visit us and touch us and hold us together and comfort us. That will be a great time of comfort. എന്നാൽ ഫിസിക്കൽ ടച്ച് ലവ് ലാംഗ്വേജ് ആയിട്ടുള്ളവർക്ക് ഈ സ്പർശനം എങ്ങനെയാണ് അനുഭവപ്പെടുന്നതെന്ന് അറിയാമോ? For those who have physical touch as love language, do you know how do they feel it? ലാലു ഇവിടെ എങ്ങനെ ഉണ്ടോ? ലാലു is there? ലാലുവിന്റെ മെഗാഫോൺ എന്തേ? അത് എടുത്തോണ്ട് വന്നേ. Bring the megaphone. ലാലു ഉറക്കെ വിളിച്ചു പറയാ, സുനു ഐ ലവ് യു എന്ന് പറഞ്ഞ മെഗാഫോണിൽ കൂടെ. സുനു എവിടെ? കേട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇത് ഈ ഒരു വെറും സ്പർശനം, ഗിഫ്റ്റ്, ഈ ഫിസിക്കൽ ടച്ച് പ്രൈമറി ലവ് ലാംഗ്വേജ് ആയിട്ടുള്ളവരെ സംബന്ധിച്ച്
ഒരു മെഗാഫോണിൽ കൂടെ ഉച്ചത്തിൽ ഐ ലവ് യു എന്ന് പറയുന്നതിന് തുല്യമാണ്. And those who have this physical touch as their love language, it is for them as good as announcing through a megaphone that I love you. ദുഃഖത്തിന്റെ അവസരത്തിൽ മാത്രമല്ല, സന്തോഷത്തിന്റെ, വിജയത്തിന്റെ, ആഹ്ലാദത്തിന്റെ അവസരത്തിലും ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് അത് സന്തോഷകരമായ ഒരു അനുഭവമാണ്. But don't do that in worship meetings, okay? So during our time of success also, if you hold close to them, that also is an expression of love. ആ സന്തോഷം കൂടുതൽ അധികരിക്കുവാൻ ആ വാക്കുകൾ മതിയായതാണ്. Those words will help us to make the love overflow. വൈവാഹിക ബന്ധത്തിലെ ശാരീരിക സ്പർശനം, അത് മാരിറ്റൽ ലവ്, അതും സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ്. The touch with emotion in marital love also is an expression of love. സത്യത്തിൽ ശാരീരികമായ ബന്ധം ഉണ്ടാകേണ്ടത് സമ്പൂർണ്ണമായ സ്നേഹത്തിന്റെ ബാഹ്യ പ്രകടനമായിട്ടാണ്. Our physical relationship should come out as the physical touch of love language. കൈകൾ കോർത്തു പിടിക്കുക, തോളിൽ ഒരു തട്ട് തട്ടുക, ഒരു ചുംബനം നൽകുക, ആലിംഗനം ചെയ്യുക, ഫിസിക്കൽ ഇന്റിമസി, ഇതെല്ലാം ഈ ഫിസിക്കൽ ടച്ച് ലവ് സ്നേഹപ്രകടനത്തിന്റെ വേരിയസ് ഡയലക്ട്സ് ആണ്. Now holding hands together, patting on the shoulder, hugging, and all these are expressions of physical love. ഈ 5 നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ ഈ സ്കിൻ എന്ന് പറയുന്നത് ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. We have 5 senses, and out of that 5 senses, skin is all over our body. നാക്ക് എന്ന് പറയുന്നത് ഇത്ര ഏരിയയിലേ ഉള്ളൂ. Our tongue is limited within the mouth. കേൾവി എന്ന് പറയുന്ന അല്പം ഭാഗമേ ഉള്ളൂ. Ear is only a small portion. എന്നാൽ പഞ്ചേന്ദ്രിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്കിൻ. അത് ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. And skin is one among the 5 senses, and that covers the whole body. So whatever there is of me resides in my body. So to touch my body is to touch me. നമ്മുടെ ശരീരത്തെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്കിന്നിൽ നമ്മെ സ്പർശിക്കുമ്പോൾ, ശരീരത്തെ സ്പർശിക്കുമ്പോൾ അത് ആക്ച്വലി നമ്മെ സ്പർശിക്കുകയാണ്. നാം ഒരാളെ സ്പർശിക്കുമ്പോൾ, തൊടുമ്പോൾ, നെർവ്സ് അതിനെ ഇമ്പൾസസ് ആക്കി ബ്രെയിനിലേക്ക് കൊണ്ടുപോവുകയും ബ്രെയിൻ അതിനെ ഡീകോഡ് ചെയ്ത് അതിന്റെ അർത്ഥം തിരിച്ചറിയുകയും ചെയ്യുന്നു. ഐ ലവ് യു എന്നാണോ ഐ ഹേറ്റ് യു എന്നാണോ എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. When we touch somebody, our nervous system will make it as impulse and bring it to our brain to discern the meaning, whether that touch says I love you or I hate you, and you will understand the language. ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നാം ജീവിത പങ്കാളിയെ സ്പർശിക്കുന്നത് നമ്മുടെ രീതിയിലാകരുത്, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന സമയത്താകരുത്. അവരുടെ ആഗ്രഹപ്രകാരം, അവരുടെ താല്പര്യമുള്ള സമയത്ത് വേണം, അല്ലെങ്കിൽ അത് തെറ്റായ ഒരു നീക്കമായി തീരും. Another thing I would like to mention is that when we show this love language by touching, it should be the time that they would expect it, and it should be the way that they are expecting it. Otherwise it will not work out. ചില സ്പർശനങ്ങൾ ചില അവസരത്തിൽ അൺകംഫർട്ടബിൾ ആയി ഇറിറ്റേറ്റ് ചെയ്യുന്നതായി മാറാം. Even some touch at some situations can be irritating and unacceptable. ജീവിത പങ്കാളിയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അത് തുടർന്നാൽ അത് വലിയ വെറുപ്പിന് കാരണമായി തീരും. If you continue with that, ignoring their dislike, that will create problem. നാം 5 സ്നേഹഭാഷകളെ കുറിച്ചാണ് പറഞ്ഞത്. We dealt with 5 love languages. Words of affirmation. On the words of affirmation, ഈ കാര്യത്തിൽ നമ്മുടെ ഏറ്റവും മികച്ച മാതൃക കർത്താവായ യേശുക്രിസ്തുവാണ്. The best example is none but our Lord Jesus Christ. ശമരിയാക്കാരി സ്ത്രീയുടെ അടുത്ത് ചെന്ന് ഏറ്റവും സമുചിതമായ വാക്കുകൾ കൂടെ അവളെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. We see that the Lord went to the women of Samaria and Samaritan woman, and he talked to her with affirming words. Quality time. രണ്ടാമത് ഏറ്റവും ഫലകരമായ സമയം. ഇതിനും യേശുക്രിസ്തു തന്നെയാണ് ഏറ്റവും മകുട ഉദാഹരണം. Even for this too, our Lord is the best example. വീണ്ടും ശമരിയക്കാരി പല ഉദാഹരണങ്ങൾ പറയാറുണ്ട്. അവരുടെ അടുത്ത് ചെന്ന് ധാരാളം സമയം കർത്താവ് ചെലവഴിക്കുന്നതായിട്ട് കാണും. There also we can say the Samaritan woman as the example, and the Lord spent so much of time with her. Giving gifts. സമ്മാനങ്ങൾ നൽകുക. യേശുക്രിസ്തു എത്രയോ സമ്മാനങ്ങളാണ് നൽകിയത്. Even we know how much gifts the Lord has given us. യോഹന്നാൻ 3:16 ദൈവം തന്റെ പുത്രനെ നമുക്ക് സമ്മാനമായി നൽകി. John 3:16 it says that God has given his son to us. ആശ്വാസകനായി പരിശുദ്ധാത്മാവിനെ നമുക്ക് സമ്മാനമായി നൽകി. Holy Spirit is given as the comforter. സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും സകല ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് സമ്മാനമായി നൽകി. We've been blessed and we have been gifted with all blessing in heaven and earth. Quality service നാലാമത്തേത്. And the fourth is the quality service. ഏറ്റവും ഗുണകരമായിട്ടുള്ള ശുശ്രൂഷ. അതിനും ഏറ്റവും മികച്ച മാതൃക കർത്താവാണ്.
Even the Lord is the best example for that too. ശിഷ്യന്മാരുടെ കാല് കഴുകിയ കർത്താവ്, Our Lord who washed the feet of the disciples. വിശന്നിരുന്ന 5000 പേരെ പോഷിപ്പിച്ചവനായ കർത്താവ്, The very Lord who fed the 5,000 who were hungry. ശിഷ്യന്മാർക്ക് വേണ്ട ആഹാരം കൊടുത്തത്. The Lord who provided sufficient food to his disciples. അഞ്ചാമത്തേത് സ്പർശനം. And the fifth is the touch. ഇവിടെയും കർത്താവ് തന്നെ മകുടോദാഹരണം. And here also our Lord is the best example. കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കിയവൻ, The one who healed the leper by touching him. അന്ധന്റെ കണ്ണിൽ ചേറുപുരട്ടി സ്പർശിച്ച കർത്താവ്, The very one who touched the eyes of the blind, making mud. ഓരോ വ്യക്തിയുടെയും സ്നേഹഭാഷ തിരിച്ചറിഞ്ഞ് ആ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കർത്താവാണ് നമുക്കുള്ള ഏറ്റവും വലിയ മാതൃക. The best example for us to understand the love language of each person and to offer that, the Lord is the best example. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Let me conclude saying one more thing. ഇത്രയും നേരം നാം പറഞ്ഞത് നമ്മുടെ ജീവിത പങ്കാളിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു സ്നേഹഭാഷ ഉണ്ട് എന്നുള്ളതാണ്. Now we were discussing that our life partners are concerned, they would be having at least one love language. ഇതെങ്ങനെ കണ്ടുപിടിക്കും? How can we identify it? കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കാര്യമില്ലല്ലോ. If you are not able to identify that, there is no use in listening all this preaching. ഒന്നാമത് നാം നമ്മുടെ തന്നെ സ്നേഹഭാഷ കണ്ടുപിടിക്കുക. First of all, we ourselves should find out the love language. നല്ല വാക്കുകളിലൂടെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ, ചില കത്തുകൾ കൊടുക്കുന്നതിലൂടെ, കാർഡുകൾ കൊടുക്കുന്നതിലൂടെ അങ്ങനെ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാനാണോ നാം ശ്രമിക്കാറുള്ളത്? Are we trying to express our love through words, giving some attractive cards or some gifts? അങ്ങനെയെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ സ്നേഹഭാഷ എന്ന് പറയുന്നത് അഫർമിംഗ് വേർഡ്സ് ആണ്. If that is the case, then we can understand that our love language is the first one, affirming words. മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ വാങ്ങി അതിലൂടെ സ്നേഹം പ്രകടിപ്പിക്കാനാണോ നാം സാധാരണ ശ്രമിക്കുന്നത്? അങ്ങനെയെങ്കിൽ നമ്മുടെ സ്നേഹഭാഷ ഗിവിംഗ് ഗിഫ്റ്റ്സ് ആണ്. Are we trying to express our love through buying and giving gifts to others? Then we should know that our love language is giving gifts. സമയം കിട്ടുമ്പോഴൊക്കെയും മറ്റുള്ളവരുടെ അടുത്ത് പോയി അവരോട് വർത്തമാനം പറഞ്ഞിരുന്ന് രസകരമായ സമയങ്ങൾ ചെലവഴിക്കുക എന്നുള്ള അതിലാണോ നമുക്ക് താല്പര്യം? എങ്കിൽ ക്വാളിറ്റി ടൈമാണ് നമ്മുടെ സ്നേഹഭാഷ. When we get time, we prefer to visit others, spend time with them, talking to them. Then we can understand that our love language is quality time. ഓരോ പ്രോഗ്രാം ഒക്കെ വരുമ്പോൾ ബിഹൈൻഡ് ദ കർട്ടൻ നിന്ന് സേവനം സന്നദ്ധരായി കാര്യങ്ങൾ ചെയ്യുന്നതിലാണോ നമുക്ക് താല്പര്യം? Making a needed cup of tea, putting the special touches into someone's day, അതിലാണോ നമുക്ക് താല്പര്യം? അങ്ങനെയെങ്കിൽ ആക്ട് ഓഫ് സർവീസ് നമ്മുടെ പ്രൈമറി ലവ് ലാംഗ്വേജ് ആണ്. When there are programs arranged, if we are willing to stand behind the curtain and do the services required and being present to help out others, then we can know that our love language is act of love. നാം മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് അവരെ ഒന്ന് ആലിംഗനം ചെയ്ത് ഒന്ന് തോളിൽ തട്ടി നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി നമുക്കുണ്ടോ? എങ്കിൽ ഫിസിക്കൽ ടച്ച് ആണ് നമ്മുടെ സ്നേഹഭാഷ. If we go close to others, just have a touch or pat, and then our love language is physical touch. ഒടുവിലായി, how to discover your spouse love language. And finally, how നമ്മുടെ ജീവിത പങ്കാളിയുടെ ലവ് ലാംഗ്വേജ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? 3 ചോദ്യങ്ങൾ ചോദിക്കുക. Ask 3 questions. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ, ഭാര്യയുടെ, ഭർത്താവിന്റെ സ്നേഹഭാഷ ഏതാണെന്ന് കണ്ടെത്താൻ കഴിയും. ആ ചോദ്യത്തിന് if you are able to find out the answer for those 3 questions, you will be able to identify the love language of your life partner. ഒന്നാമത്തെ ചോദ്യം, how does my spouse often express love to me? എങ്ങനെയാണ് എൻ്റെ ഭാര്യ സാധാരണ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാറുള്ളത്? The first question is, how does my spouse often express her love to me? എനിക്ക് വന്ന് ഞാൻ വരുമ്പോൾ ഒരു കാപ്പി ഇട്ടുകൊണ്ട് തരുന്നതിലൂടെയാണോ, മുമ്പേ പറഞ്ഞ പോലെ തുണിയൊക്കെ തേച്ച് തരുന്നതിലൂടെയാണോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? എന്താ? എൻ്റെ ഭാര്യയുടെ ജീവിത പങ്കാളിയുടെ സ്നേഹഭാഷ എന്ന് പറയുന്നത് സർവീസ് ആണ് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത്? അത് വിലയിരുത്തുന്നതിലൂടെ അവരുടെ പ്രൈമറി ലവ് ലാംഗ്വേജ് നമുക്ക് കണ്ടെത്താൻ കഴിയും. If it is by bringing tea and coffee when we are back home or doing some services, doing some help, then we can know that their love language is doing service. രണ്ടാമത്തെ ചോദ്യം, what does my spouse complain about most often? മിക്കപ്പോഴും എൻ്റെ ജീവിത പങ്കാളി എന്ത് പരാതിയാണ് പറയാറുള്ളത്? So the second question is, what does my spouse request most or complain about the most? ലോകത്തിലുള്ള എല്ലാരെയും സഹായിക്കും, എന്നെ ഒരു കൈ തോന്നുന്നു സഹായിക്കുകയില്ല എന്ന് പരാതി പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആക്ട് ഓഫ് സർവീസ് ആണ് അവളുടെ പ്രൈമറി ലവ് ലാംഗ്വേജ് എന്നുള്ളതാണ്. If your wife says that you are helpful to everybody in the world except me and you will never help me out, then it means that her love language is act of love. അവൾ എന്നോട് നല്ല വാക്ക് പറഞ്ഞിട്ട് എത്ര നാളായെന്നറിയാമോ എന്ന് പരാതി പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവളുടെ സ്നേഹഭാഷ വേർഡ്സ് ഓഫ് അഫർമേഷൻ ആണ്.
If she says that, do you know how long it has been since a good word he has spoken to me, then you can understand that her love language is good words. മൂന്നാമത്തെ ചോദ്യം, what does my spouse request most often? എന്താണ് എൻ്റെ ജീവിത പങ്കാളി മിക്കപ്പോഴും എന്നോട് ആവശ്യപ്പെടാറുള്ളത്, താല്പര്യം പറയാറുള്ളത്? And the third question is, ask what does my spouse request quite often? പോയച്ചു വരുമ്പോൾ എനിക്ക് ഇന്ന സാധനം വാങ്ങിച്ചോണ്ട് വരണേ എന്ന് പറഞ്ഞാൽ, if she is telling that as you return, bring this for me, സമ്മാനമാണ് അവളുടെ പ്രഥമ സ്നേഹഭാഷ എന്നാണ് അതിന്റെ അർത്ഥം. we can understand that gifts are her primary love language. ഇന്ന് വൈകിട്ട് നമുക്ക് ഒരുമിച്ച് അത്താഴം കഴിക്കാൻ പോവാം കേട്ടോ എന്ന് പറഞ്ഞാൽ, ടൈം ടുഗദർ, ക്വാളിറ്റി ടൈം, അതാണ് സ്നേഹഭാഷ. If she says that we will go out together for dinner, that means time spent together, quality time is her love language. ഒരു ദിവസം എങ്ങാനും പറഞ്ഞ ഒരു ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കരുത്. ഇത് കുറേ നാളുകൾ, മേ ബി ചില മാസങ്ങളൊന്ന് അനലൈസ് ചെയ്യണം, എന്നിട്ട് വേണം ഒരു തീരുമാനത്തിൽ. അല്ലാതെ ഒരു ദിവസം ഇങ്ങനെ അത്താഴം കഴിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞാൽ ഇതാണ് എന്നൊരു തീരുമാനത്തിലേക്ക് വരരുത്. മാസങ്ങൾ ഒരുപക്ഷെ നമ്മൾ വിലയിരുത്തിയതിനു ശേഷം മാത്രമേ തീരുമാനിക്കാവൂ. You cannot conclude this just by asking one question. This conclusion should be derived after observing at least a month or so. Love never fails. സ്നേഹം ഉതിർന്നു പോകുന്നില്ല. സ്നേഹം ഒരിക്കലും പരാജയപ്പെടുന്ന ഒന്നല്ല. Love never fails. സ്നേഹത്തിലൂടെ നമുക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ. Through love we can reinstate the relationship that we lost. നാം നമ്മുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ സ്നേഹം പ്രകടിപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ. We love our life partner, but may it be that we are able to express our love to them. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലൂടെ നാം സംസാരിക്കുന്നത് പോലെ അവർക്ക് മനസ്സിലാകുന്ന സ്നേഹഭാഷയിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ നമുക്കിടയാകണം. Just the way we communicate with them in the language that they are knowing, we also should be able to use the love language that our life partner is familiar with or looking for. കാൽവരി ക്രൂശിൽ തന്റെ പുത്രനെ നൽകി നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചവനായ കർത്താവായ ദൈവം ആ സ്നേഹം പ്രകടിപ്പിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിത പങ്കാളിയുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാൻ ഇടയാകട്ടെ. Just as the Lord has displayed his love at the cross of Calvary by offering himself as a sacrifice, let it be that we also be able to express or display our love towards our life partner. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അടിപിടിയും വഴക്കും കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് വരാം. Even if you are not doing all these things, it can be that there won't be much trouble or quarrel in your family life. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായോ പ്രതിസന്ധി ഉണ്ടായോ എന്നുള്ളതല്ല പ്രശ്നം. Here the matter is not that whether there is quarrel or problem in your family life. നമ്മുടെ കുടുംബജീവിതം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ആ നിലവാരത്തിലേക്ക് ഉയരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? Are we able to be elevated to that level God expects from us in our family life? നമ്മുടെ കുടുംബത്തിലൂടെ ഈ ഭൂമിയിൽ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടിട്ടുണ്ടോ? Is it that we are able to perform through our family life what God has intended us to do in this world? ഒരുപക്ഷേ കഴിഞ്ഞ നാളുകൾ തിരിഞ്ഞു നോക്കി വിലയിരുത്തുമ്പോൾ പല മേഖലയിൽ നമുക്ക് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. As we look back, we will see that we have failed a lot in the past days. എന്നാൽ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ ദൈവം നമുക്ക് അവസരം നൽകുമ്പോൾ, when God gives us opportunity to go forward, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ കുടുംബജീവിതത്തെ ഉയർത്തുവാൻ നമുക്ക് കഴിയണം. We should be able to lift up our family life to that level God expects from us. നിസ്സാരമായ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നമ്മളെ തകിടം മറിക്കുവാൻ ഇടയാകരുത്. It should not be that petty problems would make upside down our life. സ്നേഹിക്കുവാൻ, സ്നേഹം പ്രകടിപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. May God help us to love and to express love. Love never fails. സ്നേഹം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ സെഷൻ അങ്ങ് അവസാനിപ്പിക്കും. മീറ്റിംഗ് തീരുകയല്ല. ചില അനൗൺസ്മെന്റ് ചെയ്ത് അവസാനമായിട്ട് പ്രാർത്ഥിച്ച് ആഹാരത്തിനും സ്തോത്രം ചെയ്ത് നാം പിരിഞ്ഞു പോകുന്നതാണ്. ഇപ്പോൾ ഈ സെഷൻ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ സന്നിധിയിലായിരിക്കുവാനും അവിടുത്തെ വചനം ശ്രവിക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായതിനായിട്ട് സ്തോത്രം. കുടുംബജീവിതത്തിൽ ഞങ്ങൾ അറിയുവാൻ ആവശ്യമുള്ള, പാലിക്കുവാൻ ആവശ്യമുള്ള ആ സ്നേഹത്തിൻ്റെ ചില പ്രകടനങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓർത്തതുപോലെ ഞങ്ങൾക്കൊക്കെ ധാരാളം സ്നേഹമുണ്ടെങ്കിൽ അത് വേണ്ടതുപോലെ പ്രകടിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം സമ്മതിക്കുകയാണ്. കർത്താവ് ചെയ്തതുപോലെ സ്നേഹം പ്രകടിപ്പിച്ച് ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിലൊക്കെ വിജയം വരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ മകന് വചനം കൊടുത്തതിനായിട്ട് സ്തോത്രം. നല്ല ചിന്തകൾ നൽകിയതിനായി നന്ദി പറയുന്നു.
കേട്ടത് പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.